നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് ഖത്തർ. അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിൽ ഒന്നും ഖത്തറിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ഖത്തർ ഹമാസ് ഇസ്രയേൽ തർക്കത്തിൽ മധ്യസ്ഥ ശ്രമം നടത്തിയതും. അതേ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലാണ് ഇന്നലെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. അപകടമാണെന്ന് അറിഞ്ഞിട്ടും പരമ്പരാഗത സുഹൃത്തുക്കളെ ആകെ പിണക്കിയും അമേരിക്കയ്ക്ക് വേണ്ടി സൈനിക താവളത്തിന് ഇടം നൽകിയും ഒക്കെ ഒപ്പം നിന്നിട്ടും ഖത്തറിന് ഈ ഗതി വന്നല്ലോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തൻ്റെ അറിവോടെ അല്ല എന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പദ്ധതിയാണെന്നും താൻ ഇതറിഞ്ഞപ്പോഴേക്കും തടയാൻ കഴിയാത്ത വിധം വൈകി എന്നൊക്കെയാണ് ട്രംപിൻ്റെ വിശദീകരണം. വരാനിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ച് ഖത്തറിനെ അറിയിക്കാൻ സ്റ്റീവ് വിറ്റ്കോഫിനോട് നിർദ്ദേശിച്ചിരുന്നുവെന്നും പക്ഷേ നിർഭാഗ്യവശാൽ ആക്രമണം തടയാൻ കഴിയാത്ത വിധം അത് വൈകിപ്പോയിരുന്നുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൊക്കെ കുറിച്ചിട്ടുണ്ട്. ട്രംപ് കടുത്ത അസന്തുഷ്ടിയിലാണ് എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ശരിക്കും ട്രംപും അമേരിക്കയും അറിയാതെയാണോ അമേരിക്കയുടെ ഉറ്റ സുഹൃത്തായ ഖത്തറിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത്? എല്ലാം കഴിഞ്ഞിട്ട് ട്രംപ് താനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ കൈ കഴുകുകയാണോ? ഇനി ഖത്തറിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകില്ലെന്ന ട്രംപിൻ്റെ വാക്കുകളെ എങ്ങനെ വിശ്വസിക്കും? അമേരിക്കയുടെ സൗഹൃദം വിശ്വസിച്ച ഖത്തറിൻ്റെ അവസ്ഥ ചെന്നായ വിശ്വസിച്ച ആട്ടിൻകുട്ടിയുടേതാണോ? ദോഹയിൽ ഇന്നലെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ കള്ളക്കളിയുണ്ടോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, ഇന്ത്യയോടും നരേന്ദ്രമോദിയോടുമൊക്കെ മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ സൗഹൃദമൊക്കെ കാണിച്ച് തീരുവയിൽ നമുക്ക് പണി തന്ന ആളാണ് ഈ ട്രംപ്. അതേപോലെ ഖത്തറുമായും വലിയ സൗഹൃദമൊക്കെ വെച്ചിട്ട് ഖത്തറിൻ്റെ തലസ്ഥാനത്ത് കൊണ്ട് ഇസ്രയേൽ ബോംബിടുമ്പോൾ ഞങ്ങൾ അറിയാൻ വൈകിപ്പോയി, അല്ലെങ്കിൽ ഞങ്ങൾ തടയുമായിരുന്നു, ഞാൻ അറിഞ്ഞില്ല, ഞാൻ അസന്തുഷ്ടിയിലാണ് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ട്രംപിൻ്റെ ഒരു കള്ളക്കളിയല്ലേ? നമസ്കാരം. നമസ്കാരം. ട്രംപിന്റെ കള്ളക്കളികൾ ഓരോന്ന് വിളിച്ചിട്ട് വരുമല്ലേ, അതവിടെ നിൽക്കട്ടെ. ഖത്തറിനെ പോലത്തെ ഒരു ഗൾഫ് രാജ്യത്ത് ബോംബ് ഇട്ടത് വളരെ മോശം തന്നെയാണ്, വളരെ ഭയാനകമായ സംഭവമാണ്. ഒരുപാട് പ്രവാസികളും ഇന്ത്യക്കാരുമായ പല ദേശക്കാരും ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടെ ആ ഭീകരവാദത്തിനെ പിന്തുണക്കുന്ന ഹമാസിന് അവരവിടെ സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ, അവരെ മാത്രമാണ് ആഗ്രഹിച്ചതെങ്കിൽ ആക്രമിച്ചതെങ്കിൽ നമുക്കതിൽ എതിർപ്പൊന്നും പറയാൻ പറ്റത്തില്ല. അതെന്താണ് ശ്രീ ബാലകൃഷ്ണൻ എതിർപ്പ് പറയാൻ കഴിയാത്തത്? അല്ല, ഭീകരവാദത്തിന് അവരെ മാത്രം കേന്ദ്രങ്ങളെ ആക്രമിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഖത്തറിന്റെ ഇന്ത്യയുടെ തലസ്ഥാനത്ത് കൊണ്ടിട്ട് അമേരിക്ക ബോംബ് ഇട്ടിട്ട് ഞങ്ങൾ ഇവിടെ 2 ഭീകരവാദികൾ ഉണ്ടായിരുന്നു, അവർക്ക് നേരെ ബോംബ് ഇട്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യ സമ്മതിക്കുമോ? അത് ഇന്ത്യയിൽ അങ്ങനത്തെ ഭീകരവാദികളെ സപ്പോർട്ട് ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യുന്നില്ലല്ലോ. ഖത്തറിനോട് ആരാണ് ഖത്തറിനെ മധ്യസ്ഥ ശ്രമത്തിന് വേണ്ടി നിർദ്ദേശം കൊടുത്ത? പാകിസ്ഥാനിൽ ഭീകരവാദികൾക്ക് സപ്പോർട്ട് കൊടുത്തു, പാകിസ്ഥാൻ നമ്മളെടുത്തു, ശരിയല്ലേ? പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ പാകിസ്ഥാനെ സഹായിക്കുന്ന രാജ്യം ഏതാണെന്നും അറിയാമല്ലോ. എല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ഖത്തർ കൊടുത്തിട്ടുണ്ടാവും, അല്ലാതെ വെറുതെ ഒരു രാജ്യത്തിന്. ഞാൻ ചോദിക്കട്ടെ ശ്രീ ബാലകൃഷ്ണൻ, അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക താവളം ഏത് രാജ്യത്താണെന്ന് അറിയാമോ? അതൊക്കെ റെഡിയാ. അമേരിക്കക്ക് ഉത്തരവാദിത്തം തരാറുണ്ട്. അപ്പൊ അമേരിക്കയുടെ സൗഹൃദ രാജ്യമായി നിൽക്കുമ്പോൾ ആ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അമേരിക്കക്കില്ലേ? എന്നിട്ട് പച്ച കള്ളം വിളിച്ചു പറയുന്ന, ലോകത്താരും വിശ്വസിക്കാത്ത ഒരു കള്ളം വിളിച്ചു പറഞ്ഞാൽ മതിയോ? ട്രംപ് ഞാൻ അറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി, അല്ലെങ്കിൽ ഞാൻ തടയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് കാര്യം? അവിടുത്തെ കൊടും ഭീകരത നശിപ്പിക്കാൻ അമേരിക്കയെ ഒളിഞ്ഞു തെളിഞ്ഞ് സപ്പോർട്ട് ഉണ്ടാവാ, അല്ലാതെ ഖത്തറിനെതിരായിട്ടല്ല യുദ്ധം ചെയ്തത്. അപ്പൊ ഖത്തറിനെതിരെ അല്ലെന്നൊക്കെ മനസ്സിലായി. അപ്പൊ ഈ യഥാർത്ഥത്തിൽ അമേരിക്കയുമായിട്ട് ട്രംപുമായിട്ട് സൗഹൃദത്തിന് പോകുന്ന ആൾക്കാരുടെ ഒക്കെ അവസ്ഥ ഇതാവുമോ? റൈറ്റ് അല്ലേ? അതല്ലേ ഇന്ത്യ ഗവൺമെന്റ് വിലവെക്കാതിരുന്നത്. ഇപ്പം താങ്കൾ തിരിച്ചു വരിക, അങ്ങോട്ട് മോഡി ആവശ്യപ്പെട്ടിട്ട് ഇപ്പൊ ചർച്ചയ്ക്ക് വന്നത്. അതൊക്കെ താങ്കൾ എന്തോ പറഞ്ഞു, അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഇന്ത്യ എന്നാൽ നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകാം. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട്. ശ്രീ കുഞ്ഞഹമ്മദ്, അമേരിക്കയിൽ ഈ ഗൾഫ് മേഖലയിൽ ഏറ്റവും വലിയ സൗഹൃദ രാജ്യമൊക്കെ ആയിരുന്നു ഖത്തർ. ഖത്തറിനോട് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് നിർദ്ദേശം കൊടുത്തു തന്നെ ട്രംപാണ്. ഇപ്പോൾ ഖത്തറിൽ ബോംബ് വീണപ്പോൾ ട്രംപ് പറയുന്നു, ഞാൻ അറിഞ്ഞില്ല, ഞാൻ കടുത്ത അസന്തുഷ്ടിയിലാണ്, അറിഞ്ഞിരുന്നെങ്കിൽ തടഞ്ഞേനെ, വല്ലാതെ വൈകിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. വിശ്വസിക്കാമോ ട്രംപിനെ? നമസ്കാരം സാർ. നമസ്കാരം. 4 ലക്ഷം മലയാളികളുടെ സ്ഥലമാണ് ഈ ഖത്തർ എന്ന് പറഞ്ഞാൽ. ഒരു രാഷ്ട്രത്ത് ബോംബിടുന്ന നേരം ആ രാഷ്ട്രത്തിൽ വല്ലാണ്ട് ബാധിക്കും. അവിടെ ഹമാസിന്റെ കേന്ദ്രത്തിലാ മറ്റൊന്ന് പറഞ്ഞു ഒഴിഞ്ഞു കഴിയാൻ ഈ ജഗദ്യാവ് ഇസ്രായേൽ സാധിക്കില്ല. ശക്തമായി തിരിച്ചടിക്കുക ചെയ്യുന്നത് ഈ ഗൾഫ് മേഖല എല്ലാ രാജ്യങ്ങളും കൂടി. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ഇന്ത്യ ഗവൺമെന്റ് മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട്, ശക്തമായിട്ട് എതിർക്കണേന്.
നമ്മുടെ രാഷ്ട്രങ്ങള് ചെറിയ രാഷ്ട്രങ്ങളെല്ലാം ഉയർന്നിരുന്ന വെച്ചിട്ട് ഈ ഇസ്രായേലിനെ ശക്തമായി തിരിച്ചടിക്കുന്നത് എനിക്ക് പറയാനുള്ളത്. പക്ഷേ പല ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയ്ക്കൊപ്പമാണ്. ശരി, കുഞ്ഞഹമ്മദിന്റെ ഫോൺ കട്ടായെന്ന് തോന്നുന്നു. ശ്രീ രതീഷാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ രതീഷ്, ഇപ്പോൾ ഇന്നലെ ആക്രമണം ഉണ്ടായപ്പോൾ ഖത്തറിനോട് പറയുന്നത് ഇനി ഒരു ആക്രമണം ഉണ്ടാവില്ല, ഞങ്ങളത് തടഞ്ഞുകൊള്ളാം, ഇന്നലെ ഉണ്ടായത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെയാണ് ട്രംപിന്റെ അവകാശവാദം. എത്രത്തോളം വിശ്വസിക്കാം അതിനെ? സാറേ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. തിരുവോണത്തിന് തലേദിവസം ഒക്കെ പൊതുവേദി അവധിയായിരുന്നു, നിങ്ങളൊക്കെ റെസ്റ്റിലായിരുന്നോ? തിരുവോണത്തിന്റെ തലേദിവസം അവധി ആയിരുന്നില്ല, ഉത്രാടത്തിന് അന്ന് പൊതുവേദി ഉണ്ടായിരുന്നു. അത് മുതൽ പിന്നെ 2-3 ദിവസം ഇല്ലായിരുന്നു. ഞാനത് അറിയിച്ചിരുന്നു. പൊതുവേദി അന്ന് ഓണത്തിന്റെ സാധാരണഗതിയിൽ പൊതുവേദിയിൽ വരുന്ന വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങൾ, തർക്കം, വ്യത്യസ്ത അഭിപ്രായമുള്ള വിഷയങ്ങളാണല്ലോ നമ്മൾ പലപ്പോഴും എടുക്കുന്നത്. അപ്പൊ ഈ അത്തരം വിഷയങ്ങൾ ഈ ഓണത്തിന്റെ ഒരു ഉത്സവ മൂഡിൽ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ആ 3 ദിവസം ഇല്ലായിരുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞങ്ങള് നിരാശരായി പോയി. ഓക്കെ, നമുക്ക് ഇനി അടുത്ത തവണയാട്ടെ. വെക്കുമ്പോ ഈ കാണിച്ചത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഓണത്തിന്റെ പുലികളി തന്നെ രാവിലെ ഒരു വൈകുന്നേരം വരെ എല്ലാവരും റെസ്റ്റിലാണെന്ന് എനിക്ക് തോന്നി. ശരി, നമ്മൾ റെസ്റ്റ് ആയതുകൊണ്ടല്ല, ഓണത്തിന് ആളുകൾക്ക് ഇങ്ങനെയൊക്കെ സന്തോഷിച്ച് അത്തരം പരിപാടികളൊക്കെ കാണട്ടെ, അഭിപ്രായമൊക്കെ പറയാനൊക്കെ മടിയാണും എന്ന് കരുതി നമ്മൾ മാറിയതാണ്. ഓക്കെ, അപ്പൊ ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോ സാറേ, രതീഷ് പെട്ടമ്പലിയാണ്, മുടക്കുഴ. ശരി, പറഞ്ഞോളൂ. ഈ നമ്മുടെ എല്ലാ രാജ്യത്തും, അതായത് ഇപ്പൊ അമേരിക്കയിൽ ജോലി ചെയ്യണ ജോബിഷന്റെ ഒരു ഫ്രണ്ടാണ്, മിക്കവാറും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. അങ്ങനെ മറ്റേ ഇസ്രായേലിലുണ്ട്, ഇപ്പൊ ഇറാഖിലുണ്ട്, പിന്നെ ലിബിയയിൽ വരെ ജോലി ചെയ്യുന്ന ഫ്രണ്ട്സും കാര്യങ്ങളും ബന്ധുക്കാരൊക്കെ ഉള്ളവരാണ് നമ്മള്. ഒരു രാജ്യത്ത് ഇറാഖിൽ മാത്രം ജോലി ചെയ്യുന്ന ആൾക്കാരല്ല നമ്മുടെ രാജ്യത്തുള്ളത്. ഹലോ, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. അപ്പൊ ഒരു രാജ്യത്ത് മാത്രം പ്രകീർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. തീവ്രവാദികൾക്ക് അതിലുള്ള അടി നടന്നുകൊണ്ടേയിരിക്കും. കാരണം ഒരിക്കലും വില്ലന്മാര് ജയിച്ച ചരിത്രമില്ല. ഒരു സിനിമയിലാണെങ്കിലും എവിടെയാണെങ്കിലും നായകന്മാരെ ജയിക്കൂ. കാരണം തീവ്രവാദം വളരില്ല. പിന്നെ ഇറാഖിനോട് ചെയ്തതൊക്കെ നേരത്തെ സദ്ദാം ഹുസൈനെയൊക്കെ കൊന്നതൊക്കെ അറിയാലോ ചരിത്രത്തില്. അതിനെയും പ്രകീർത്തിച്ച് കിടക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ട്. അത് നടപടിയുള്ള കേസല്ല. ഇതിപ്പോ ഇന്നലെ ചെയ്തൊക്കെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തത്. പിന്നെ രാജ്യത്തിന്റെ പരമാന്യത നിയമത്തിലൊക്കെ അതിക്രമിച്ച് കയറി എന്നൊക്കെ ഉള്ളത് ശരിയാണ്. പക്ഷെ അവിടെ 2 തീവ്രവാദികളും മരിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ നന്നായി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മറ്റൊരു രാജ്യത്ത് കയറി, ആ രാജ്യത്തിന്റെ സ്ഥലത്ത് കയറി, അവരുടെ അതിർത്തിയിൽ കയറി ഒരു രാജ്യം അടിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ രാജ്യത്തിനെ വെല്ലുവിളിക്ക് തന്നെയാണ്. അതിന് വേറെ സംശയമൊന്നുമില്ല. അതിന് തീവ്രവാദി അടിച്ചാലും സാധാരണക്കാരനെ അടിച്ചാലും ആരെ അടിച്ചാലും അതൊരു ചതിയായി പോയി. കാരണം അമേരിക്ക കൂടി പറഞ്ഞിട്ട് ഒരു ഒത്തുതീർപ്പ് മധ്യസ്ഥ ശ്രമം എന്നുള്ള രീതിയിൽ എല്ലാവരും അവിടെ കൊണ്ടുവന്നിട്ട് മാന്യമായ കളിയല്ലല്ലോ. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായാൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാനൊക്കെ ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കും. അങ്ങനെ ചർച്ച നടക്കുന്ന ആളുകളെ മറ്റൊരു രാജ്യത്ത്, അതും അമേരിക്കയുടെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യം ഖത്തർ, ആ ഖത്തറിൽ തന്നെ ചെന്ന് അവരുടെ രാജ്യത്ത് ബോംബിടുക എന്ന് പറഞ്ഞാൽ അത് ആ രാജ്യത്തെ വെല്ലുവിളിക്കലാണല്ലോ. പക്ഷെ അതിനകത്ത് നമുക്ക് ഈ യുദ്ധത്തിൽ ഒരു മുറയും കൂടി ഉണ്ട്, ഒളിപ്പോര് എന്ന് പറഞ്ഞൊരു മുറയും കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെ കണ്ടാൽ മതി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, അത് അടി കൊള്ളുന്നവൻ അങ്ങനെ കാണാൻ കഴിയുമോ എന്ന് അറിയില്ല. അവരുടെ ആത്മാഭിമാനത്തിന്റെ മേലാണല്ലോ ഇന്നലെ വന്ന് പതിച്ച ബോംബുകൾ. ശരി, ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്നും. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഖത്തറൊക്കെ അമേരിക്കയുമായി വലിയ സൗഹൃദമൊക്കെ സ്ഥാപിച്ച് അമേരിക്കക്കാർക്ക് ഖത്തറിൽ പ്രത്യേക സൈനിക താവളം, ഏറ്റവും മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ സൈനിക താവളമൊക്കെ ഉള്ളത് ഖത്തറിലാണ്. അങ്ങനെയൊക്കെ നിന്ന രാജ്യമാണ്. ഒരേ സമയം എല്ലാവരുമായും ബന്ധം സ്ഥാപിച്ചേക്കുന്നതാണ്. അമേരിക്കയുടെ സൗഹൃദമുള്ളതുകൊണ്ട് തങ്ങൾക്ക് മേൽ ആരും അടിക്കില്ല എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതെല്ലാം ഇന്നലെ പൊളിഞ്ഞോ? നമസ്കാരം കിരണേ. നമസ്കാരം. ഇതെന്ന് പറയുമ്പം ഈ ട്രംപ് വലിയേറ്റം കളിക്കുക. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ. ഇസ്രയേൽ പറയുന്നത് എന്തുവാ? ട്രംപുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അമേരിക്കയായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ നേരിട്ട് ചെയ്തതാണെന്ന്. ട്രംപ് പറയുന്നത് ഇത് അറിഞ്ഞ് ഞാൻ പറയാൻ താമസിച്ചു പോയി. ഇതൊന്നും അല്ല ഇതിന്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ. ട്രംപ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ചെയ്തേക്കുന്നതാണ്. അതായത് ഇതിപ്പോ 6ാമത്തെ രാജ്യത്താണ് ഇസ്രയേൽ ഈ ബോംബ് വർഷിക്കുന്നത്. 6ാമത്തെ രാജ്യത്ത്. ഈ അറബ് രാജ്യങ്ങളെല്ലാം ഇത്രയും ഒക്കെ ചെയ്തിട്ടും ഒരു രാജ്യങ്ങൾ പോലും ഇതിനെ എതിർക്കുന്നില്ലല്ലോ. മറ്റുള്ള ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇസ്രയേലിനെ അടിക്കാൻ പോയാൽ ഇതിപ്പം 3ാം ലോക മഹായുദ്ധമായിട്ട് മാറും. ഈ അറബ് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും അമേരിക്കൻ പക്ഷപാതികളും അല്ലെങ്കിൽ ഇസ്രയേലിനെ അനുകൂലിക്കുന്നവരും ഒക്കെ ആയ രാജ്യങ്ങളാണ് മിക്കവാറും. ഈ ഖത്തർ തന്നെ അമേരിക്കയുമായി വലിയ സൗഹൃദമുള്ള രാജ്യമല്ലേ? അതെ, അത് ശരി തന്നെ. അല്ല, ഈ ഇസ്രയേൽ കാണിക്കുന്നത് ഈ കൊള്ളരുതായ്മയ്ക്ക്
എല്ലാ രാജ്യങ്ങളും കൂടെ ഒന്നായിട്ട് നിന്നോട്ട് അടിക്കാൻ പോയാൽ എന്തുമായിരിക്കും അവസ്ഥയെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവരാരും ഒന്നിച്ചു നിൽക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയല്ലേ ശ്രീ മൊയ്തീൻ കുഞ്ഞ്? അവരിൽ പലരും അവർക്ക് കൂടുതൽ താല്പര്യം അമേരിക്കയോടല്ലേ? അമേരിക്കയോടാണ് താല്പര്യം എന്ന് വിചാരിച്ച് ഈ രാജ്യങ്ങളെല്ലാം എന്ത് ചെയ്യും? ഇപ്പം പാകിസ്ഥാനിൽ നിന്ന് ഈ നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യയിൽ വന്ന് എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാക്കി. ഇന്ത്യയെ പിന്നെ സ്റ്റബേൺ ക്യാരക്ടർ, അതായത് ഒരു തുള്ളി വരെ മനസാക്ഷിയില്ലാതെ ചങ്ങായിയ. പിന്നെ ദുഷ്ടനും നീചനുമായ ഭരണാധികാരികളെ ഇനിയെങ്കിലും, അതായത് ഗ്രീഡി മാന്റെ കഥ പോലെ ഇനി അങ്ങനെയുള്ള കൂട്ടരെ ഇനിയെങ്കിലും വോട്ട് ചെയ്യുമ്പോൾ ജനങ്ങള് അത് മനസ്സിലാക്കി ചെയ്യുക. അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്കോ എല്ലാവർക്കും മാനസിക പ്രയാസം വരും. നമ്മക്ക് എന്തെല്ലാം ഇനി കംഫർട്ടബിൾ മൈൻഡ് റെഫ്രഷിംഗ് ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. നമ്മക്ക് എന്തെല്ലാം ആസ്വദിക്കേണ്ട ജന്മത്തിൽ വ്യക്തമാണ്. ശ്രീധവാരൻ ഷാജിയാണ് പത്തനംതിട്ടയിൽ. ഷാജിയിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. നമസ്കാരം കിരൺ, സുഖമാണോ എന്ന് ഷിജു കിരിയത്ത് ചോദിക്കുന്നു. വേണു കെ പപ്പൻസ് വ്ലോഗ് പറയുന്നു, ഗദർ ഇനിയും വരും, ഗദർ ഇനി വെറും പഞ്ചർ എന്ന് പറയുന്നത് എന്താണ്? ശരിയായ സൂര്യൻ കൃഷ്ണൻ ചാലക്കുടി പറയുന്നു, ശരിയായില്ല, സമാധാനം ഇല്ലാതാക്കി, ആര് ചർച്ച ഇനി നടത്തും, എവിടെ വെച്ച് നടത്തും എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഷിജു കുര്യത്ത് പറയുന്നു, ഹീറോ വിൽ വിൻ ഓൺലി ഇൻ മൂവീസ് ബട്ട് ഇൻ റിയൽ ലൈഫ് ഓൾവേസ് വില്ലൻസ്, ഒരു സെക്കൻഡ്, വില്ലൻ വിൻസ്, യു ക്യാൻ സി ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നൊക്കെ ഷിജു കുര്യത്ത് പറയുന്നു. നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ അഭിപ്രായത്തിനുള്ള മറുപടിയാണെന്ന് തോന്നുന്നു. സുനിൽകുമാർ പറയുന്നു, മറ്റു പല രാജ്യങ്ങളുടെയും വ്യോമപാത ഭേദിച്ച് ഇസ്രായേൽ ഇത് ചെയ്തെങ്കിൽ പല അറബ് രാജ്യങ്ങൾ അറിഞ്ഞു തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്ന് പറയുന്നു സുനിൽകുമാർ. 2019 മാർച്ച് മാസം സയനിസ്റ്റ് ലിക്വിഡ് പാർട്ടി യോഗത്തിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ എതിർത്തവർ ഹമാസിനെ ശക്തിപ്പെടുത്തണം, ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പത്രം ഹെറിറ്റേഴ്സ് റഫീഖ് എഴുതിയിരിക്കുന്നു. എന്തായാലും അങ്ങനെ കുറച്ച് കമൻറ്റുകൾ കൂടി, പലതരത്തിലുള്ള മെസ്സേജുകൾ കൂടി ഇതിൽ എന്തായാലും വന്നിട്ടുണ്ട്. നമുക്ക് ഷാജിയിലേക്ക് കടക്കാം. ഷാജി, യഥാർത്ഥത്തിൽ ഖത്തറിൻ്റെ വലിയ സൗഹൃദ രാജ്യമാണ് അമേരിക്ക. അമേരിക്കയുമായി മിഡിൽ ഈസ്റ്റ് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധമുള്ള രാജ്യമൊക്കെയാണ് ഈ ഖത്തർ. അതേ ഖത്തറിലാണ്, അവരുടെ തലസ്ഥാനത്ത് തന്നെയാണ് ഇന്നലെ ഇസ്രായേൽ ബോംബിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല, അറിയാൻ വൈകിപ്പോയി, അല്ലെങ്കിൽ ഞങ്ങൾ തടയുമായിരുന്നു എന്നൊക്കെയാണ്. ഇനി ഉണ്ടാവില്ല എന്നുകൂടി ഒരു ഉറപ്പ് കൂടി പറയുന്നുണ്ട്. വിശ്വസിക്കാൻ കഴിയുമോ ഈ ട്രംപിനെ? ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം. ഈ ഇതിപ്പോ പറയുന്നത് കേട്ടു, പിന്നെ പുള്ളിക്കാരനൊന്നും അറിയുന്നില്ലെന്നല്ലേ പറയുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റ് ഒന്നും അറിയുന്നില്ലെന്നാ പുള്ളി പറയുന്നതാ. പുള്ളി ഒരാഴ്ചയായിട്ട് പനി പിടിച്ച് കിടപ്പില്ല. പുള്ളി അറിയാതെ കൊണ്ടാണോ ഇസ്രയേല് ഒറ്റയ്ക്ക് പോയിരുന്ന് അടിക്കുന്നത്? അമേരിക്കയ്ക്ക് അടിക്കാൻ പറ്റത്തില്ല, കാരണം ഖത്തറുമായിട്ട് അതുപോലുള്ള ബന്ധമുണ്ട് അമേരിക്കയ്ക്ക്. അപ്പൊ ഇത് ഇനിയും ഗൾഫ് രാജ്യങ്ങളെല്ലാം കൂടി ഒറ്റക്കെട്ടായി നിൽക്കും, അമേരിക്കയ്ക്ക് എതിരായിട്ട് നിൽക്കും. അപ്പൊ ഇസ്രയേൽ ആകുമ്പോൾ കുഴപ്പമില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇവര് കള്ളക്കളി നടന്നുകൊണ്ടിരിക്കുക, യാതൊരു സംശയം വേണ്ട. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സൂഫിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂഫി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപ് പറയുന്നത് ട്രംപ് ഒന്നും അറിയാതെയാണ് ഇതെല്ലാം നടന്നത്, അല്ലെങ്കിൽ ഞാനിതങ്ങ് തടയുമായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. എത്രത്തോളം വിശ്വസിക്കാം? നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിരിക്കുന്നു ശ്രീ സൂഫി. നിങ്ങളെ പറ്റി അന്വേഷിക്കട്ടെ ഞാൻ ഇടക്കിടക്ക്, നിങ്ങൾ ഇല്ലാത്ത സമയമൊക്കെ അരുണിനോട് ചോദിക്കാറുണ്ട്. പിന്നെ ഈ ട്രംപ് ഇങ്ങനെ എല്ലാ രാജ്യങ്ങളോടും ഒരു ശത്രുത മനോഭാവം പുലർത്തുന്നത് ശരിയില്ല. കാരണം അവരെന്ത് ചെയ്യണം? അവർക്ക് ഇതിൽ മധ്യസ്ഥം വഹിക്കാൻ കഴിയും. ഇനി മുതൽ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ ഇസ്രായേലിൽ തുനിയരുത് എന്നുള്ളത് ആ ട്രംപ് തന്നെ മുൻകൈ എടുത്താൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ട്രംപ് ഇസ്രായേൽ എന്തുകൊണ്ടാണ് ആ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർക്കാർ മറ്റു രാജ്യങ്ങൾ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണോ ഇസ്രായേല് പ്രധാനമന്ത്രിയായി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന തന്നെ ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ തന്നെ പോരാ. അതുകൊണ്ട് മറ്റു രാജ്യങ്ങൾ അറബ് രാജ്യം മാത്രം പോരാ, അറബ് രാജ്യം മാത്രം പോരാ, എല്ലാ രാജ്യങ്ങളും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ ശക്തമായ അഭിപ്രായം തന്നെയാണ്. അറബ് രാജ്യങ്ങളുടെ മാത്രം വിഷയമല്ല ഇത്. ഒരു രാജ്യം മറ്റു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേൽ നടത്തുന്ന ആക്രമണത്തെ അതിനെ അതേ ഗൗരവത്തിൽ തന്നെ മറ്റു രാജ്യങ്ങളും കാണേണ്ടത് തന്നെയാണ്. ശ്രീ ഡേവിഡ് വിജയ് ആണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപ് ഇതൊന്നും അറിയാതെ, ട്രംപിനെ അറിയിക്കാതെ, അമേരിക്ക അറിയിക്കാതെ ഇസ്രായേൽ ഒറ്റയ്ക്ക് പോയി ഖത്തറിൽ, അമേരിക്കയുടെ സൗഹൃദ രാജ്യമായ ഖത്തറിൽ പോയി ആക്രമണം നടത്തുമോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എനിക്കൊരു വ്യത്യസ്തമായ വ്യൂ ആണ്, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ശരി, കാരണം ഒരു ചെറിയ ഉദാഹരണം സഹിതം പറയാം. എന്റെ വീടിന്റെ തട്ടിന്റെ പുറത്ത് ഇവിടുത്തെ വലിയ കൊള്ളരുതാത്തവരൊക്കെ പിടിച്ച് മേപ്പുറത്ത് കയറ്റി വെച്ചിട്ട്
ഒരു ദിവസം എന്റെ തട്ടുംപുറം തകർത്ത് അവർക്കിട്ട് നല്ല അടി കൊള്ളുമ്പം ഞാൻ ഒന്നും അറിഞ്ഞില്ലേ, ഇതെന്ത് എന്റെ പരമാധികാരമല്ലേ, എന്റെ ആധാരം എന്റെ കയ്യിലായിരിക്കുന്നത്, എന്റെ വീട് എന്റെ കയ്യിലായിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? കുറച്ച് നാൾ വിജയ്, ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഈ ഇസ്രയേലും ഹമാസുമായിട്ടുള്ള തർക്കത്തിൽ അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ ഇതിൽ മധ്യസ്ഥത വഹിക്കാൻ ഖത്തറിനോട് നിർദ്ദേശിച്ച ആരാണ്? ഒരു മിനിറ്റ്, ഖത്തറിനോട് നിർദ്ദേശിച്ച ആരാണ്? അല്ല, ഖത്തറിന് ഈ ഹമാസിന്റെ നേതാക്കന്മാരും ഈ അൽ ജസീറ ടിവിയും ഈ ഭീകര സംഘടനകളോട് കുറച്ചൊരു മൃദുത്വം പുലർത്തുന്ന എന്റെ സംശയമാണ്. താങ്കൾ പറഞ്ഞല്ല, ഞാൻ അംഗീകരിക്കുന്നു. താങ്കൾ പറഞ്ഞതിനെ ഒന്നും ഞാൻ എതിർക്കുന്നൊന്നുമില്ല. എന്റെ ചെറിയ സംശയം ചോദിച്ചാണ്. ഈ ഖത്തറിനോട് ഇങ്ങനെ ഒരു മധ്യസ്ഥ ശ്രമം നിങ്ങൾ നടത്തണം, രണ്ടു കൂട്ടരുമായും ഒരേപോലെ ബന്ധമുള്ള ഒരാൾക്കാണല്ലോ മധ്യസ്ഥ ശ്രമം നടത്താൻ കഴിയുന്നത്. അങ്ങനെ ബന്ധമുള്ള ആളാണ്. ഹമാസിന്റെ നേതാക്കളുമായി നല്ല ബന്ധം ഖത്തറിനുണ്ട്. അമേരിക്കയുമായി അതിനേക്കാളേറെ ബന്ധമുണ്ട്. ഈ മിഡിൽ ഈസ്റ്റിൽ കൊണ്ടുവന്ന് ഖത്തറിന്റെ മണ്ണിലാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളത്തിന് വേണ്ടി ഇടം കൊടുത്തത് ഖത്തറാണ്. മറ്റ് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുടെ ഒക്കെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ഖത്തർ അത് ചെയ്തത്. അങ്ങനെ ഒരു രാജ്യത്തോട് അമേരിക്ക പറഞ്ഞനുസരിച്ച് അവർ മധ്യസ്ഥ ശ്രമം നടത്തി. അപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ ബന്ധുവായ അല്ലെങ്കിൽ അമേരിക്കയുടെ പങ്കാളിയായ ഇസ്രായേൽ വന്ന് ആ രാജ്യത്തെ അടിക്കുന്നു. അതും താങ്കൾ പറഞ്ഞ വീട്ടിൽ മറ്റുള്ളവരെ അല്ലെങ്കിൽ തെമ്മാടികളെ വിളിച്ചിരുത്തി എന്ന് പറയുന്നതായിട്ട് എന്താണ് ബന്ധം? അതെങ്ങനെയാണ് ശ്രീ ഡേവിഡ് വിജയ്, അതെങ്ങനെയാണ് ബന്ധം വരുന്നത്? ഈ ഹമാസുമായി ആരാണ് മധ്യസ്ഥ ശ്രമത്തിന് ഖത്തറിനോട് നിർദ്ദേശിച്ചത്? ഇതിന് മുമ്പ് തന്നെ ജൂതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഒരു ജൂതൻ ഇട്ട വാട്സപ്പ് മെസ്സേജ് തന്നെ എന്റെ അടുത്തുണ്ട്. ഈ ഹമാസിന്റെ ആൾക്കാർ കുട്ടിക്കർമാരെ കൊണ്ട് ചോറ് ബാന്ധിക്കലോട്ട്. അതെന്തോ ആയിക്കോട്ടെ, എന്റെ ചോദ്യം അതൊന്നുമല്ല ചോദിക്കുന്നത്. ശ്രീ ഡേവിഡ് വിജയ്, ചോദ്യം വളരെ സ്ട്രെയിറ്റ് ആണ്. ഇവർ രണ്ടുപേരും തമ്മിൽ ഉള്ള തർക്കം പരിഹരിക്കാൻ നിങ്ങൾ മധ്യസ്ഥത വഹിക്കണം എന്ന് ഖത്തറിനോട് പറഞ്ഞത് ആരാണ്? അല്ല, ഖത്തറിനോട് ആരോ പറഞ്ഞോട്ടെ. പക്ഷെ ആരോ പറഞ്ഞോട്ടെ എന്നല്ല, ആര് പറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞു എന്നുള്ളതല്ല, അമേരിക്ക അറിഞ്ഞോ ഇല്ലയോ എന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. അമേരിക്ക അറിഞ്ഞോ ഇല്ലയോ എന്നല്ലാതെ ഇസ്രായേലിനെ സംരക്ഷിച്ചു നിർത്തുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യമല്ലേ? അല്ലാതെ അമേരിക്ക നാളെ തെറ്റിയാൽ ഇസ്രായേലിന് എന്താണ് നിലനിൽപ്പ്? അല്ലല്ല, അത് അവര് നോക്കിക്കോളൂ. അതെങ്ങനെ നോക്കിക്കോളൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഇന്ത്യയിൽ കണ്ടില്ലേ, ഒരു 4-5 എഞ്ചിനീയർമാരെ തൂക്കാൻ വിധിച്ചു. നമ്മുടെ മോഡിയുടെ അടുത്ത് ഈ കളിയൊന്നും നടക്കില്ല. മോഡി പറഞ്ഞ അവിടെ നിന്ന് പറഞ്ഞ നാച്ചുറൽ ഗ്യാസ് കംപ്ലീറ്റ് നിർത്തും. 1.5 ലക്ഷം ഇന്ത്യക്കാരോട് ഖത്തറിലുണ്ട്. അവരെങ്ങോട്ട് പിൻവലിക്കുന്നു. ആരെങ്കിലും തൂക്കിക്കൊന്നോ? ഖത്തറിന്റെ കയ്യിലിരിപ്പ് നല്ലോണം ശരിയൊന്നുമല്ല. ശ്രീ ഡേവിഡ് വിജയ്, ഖത്തറിന്റെ കയ്യിലിരിപ്പാണോ ശരിയല്ലാത്തത്? ഇസ്രായേലിന്റെ കയ്യിലിരിപ്പാണോ ശരിയല്ലാത്തത്? ഇസ്രായേലിന്റെ കയ്യിലിരിപ്പ് ശരിയാക്കാത്ത ആരുടെ കയ്യിലിരിപ്പാണ് ശരിയല്ലാത്തത്? ഒരു രാജ്യം, പരമാധികാരമുള്ള ഒരു രാജ്യത്തിന്റെ മുകളിൽ ചെന്ന് അവർക്ക് അവിടെ ബോംബ് വർഷിച്ചിട്ട് ഞങ്ങളുടെ ശരിയാണ് എന്ന് പറയുന്നത് ഏത് ന്യായമാണ്? ആ പരമാധികാരന്റെ തട്ടുംപുറത്ത് തെമ്മാടികളെ താങ്കളുടെ വീടിന്റെ തട്ടുംപുറത്ത് ആളെ വെക്കണ്ട തീരുമാനിക്കും താങ്കളല്ലേ? അത് ഞാനാണോ തീരുമാനിക്കുന്നത്? നാളെ താങ്കളുടെ വീടിന്റെ തട്ടുംപുറത്ത് പെരിച്ചാഴി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ട് ബോംബിട്ടാ മതിയോ? അല്ല, ഹമാസ് കൊള്ളരുതാത്തൊരു സംഘടനയാണ്. ഹമാസ് കൊള്ളരുതാത്ത സംഘടനയാണെങ്കിൽ അത് അവരുടെ രാജ്യത്താണ് അവർ എതിർക്കേണ്ടത്. മറ്റുള്ളവന്റെ വീട്ടിൽ പോയാൽ എതിർക്കേണ്ടത്. അത് കയറ്റി താമസിപ്പിച്ചോ, ചിലപ്പോ അവിടെ അടി കിട്ടി. അതെങ്ങനെ അടിക്കാൻ? അതെങ്ങനെയാണ് അവകാശം ഉണ്ടാവുന്നത്? ഇനി അതെന്താവില്ലോ? അതെങ്ങനെയാണ് ഡേവിഡ് വിജയ് അവകാശം ഉണ്ടാകുന്നത്? ഈ അമേരിക്കയ്ക്ക് വേണ്ടി എല്ലാ സഹായം ചെയ്തു കൊടുത്ത ഖത്തറല്ലേ? അവരെ സംരക്ഷിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും അമേരിക്കയ്ക്കില്ലേ? താങ്കൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുന്നത്? ഞാൻ ന്യായീകരിക്കും. കാരണം എങ്ങനെയാണത്? അൽ ജസീറ ഒരു മാധ്യമമാണ്. ലോകത്ത് മറച്ചു വെക്കുന്ന പല കാര്യങ്ങളും പുറത്തുവിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട മാധ്യമമാണ് അൽ ജസീറ. മറച്ചു വിട്ടുന്ന പല ഭീകര പ്രവർത്തനങ്ങളും പുറത്തു വിട്ടാൽ അതിനെ മുമ്പ് അത് കൂട്ടി തടയേണ്ട പ്രവർത്തനങ്ങളൊക്കെ. ശരി, ഓക്കെ. താങ്കൾക്ക് എപ്പോഴും ഈ അധികാരവും ഹുങ്കും ഒക്കെ ഉള്ളവരുടെ കൂടെ നിൽക്കുക എന്നുള്ള, ഗുണ്ടകളുടെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു ചില ശൈലി ഉണ്ടല്ലോ, അത് നല്ലതാണ്. അത് ഞാൻ അംഗീകരിക്കില്ല. ശരി, ഓക്കെ. താങ്കൾ അംഗീകരിക്കണ്ട. ഞാൻ പറഞ്ഞത് ഇത്രയും ന്യായമാണ് പറഞ്ഞത്. ഖത്തറിനെ പോലെ രാജ്യത്ത് വന്ന് ഇസ്രായേലിന് ബോംബിടാൻ അവകാശമില്ല. നാളെ ഇന്ത്യയിൽ ഹമാസുകാരെങ്കിലും ഉണ്ടായെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ വന്ന് ബോംബിടുമോ? അതെ, ഞാൻ കാര്യം ചോദിക്കട്ടെ, നാളെ ചൈനയിലാണ് ഹമാസിന്റെ നേതാക്കൾ എത്തിയെങ്കിൽ ചൈനയിൽ പോയി ബോംബിടാൻ ഇസ്രായേൽ ധൈര്യം കാണിക്കും? അല്ല, ചൈനയിലാണെങ്കിൽ ധൈര്യം കാണിക്കോ? ഖത്തറിലായിട്ടാണ് ധൈര്യം കാണിച്ചത്. ചൈനയിലാണെങ്കിൽ ധൈര്യം കാണിക്കില്ല. നാളെ ഇന്ത്യയിലായാലും ധൈര്യം കാണിക്കില്ല. ഇന്ത്യയോടോ ചൈനയോടോ ഒക്കെ മുട്ടാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ ഭയമുണ്ട്. അതുകൊണ്ട് അവർ മുട്ടില്ല. ഖത്തർ ഒരു പാവപ്പെട്ട രാജ്യമായതുകൊണ്ട് ആ തരത്തിൽ സൈനിക ശേഷിയുള്ള രാജ്യമല്ല. അതുകൊണ്ട് ഖത്തറിന്റെ മേലടിച്ചു. കയ്യിലിരിപ്പ് മോശമുള്ളവരെല്ലാം നന്നാക്കാൻ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല ആരും ഇസ്രായേലിനെ. അമേരിക്കയോട് പറയാം. അമേരിക്കയാണ് ഈ ലോക പോലീസ്മാൻ കളിക്കുന്നത്. ഇസ്രായേലിനും എല്ലാം ചെയ്തു കൊടുക്കുന്ന അമേരിക്കനല്ലേ? ഇവിടെ ആവശ്യമില്ലാതെ ഹമാസിന്റെ ഫോട്ടോ വെക്കുന്നവരൊക്കെ ഉണ്ട്. ഓരോരുത്തരുടെ അവകാശമല്ലേ ആരെ പിന്തുണയ്ക്കണം? ഹമാസിനെ പിന്തുണയ്ക്കാൻ അവകാശം ഓരോ മനുഷ്യർക്കും. യാസർ അറാഫത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു. യാസർ അറാഫത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു. ഇന്ദിരാഗാന്ധിയെ യാസർ അറാഫത്ത് സഹോദരി എന്നാണ് വിളിച്ചിരുന്നത്.
പല ഉച്ചകോടികളിലും പങ്കെടുക്കുന്നതിൽ നിന്ന് മാറി നിന്നപ്പോൾ ഇന്ദിരാഗാന്ധിയെയാണ് ലോകരാജ്യങ്ങൾ പറഞ്ഞത് അറാഫത്തിനെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ നിർദ്ദേശിച്ച ആൾ, അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിച്ചിരുന്ന ആൾ ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ സൗഹൃദ രാജ്യമാണ് പലസ്തീൻ. ഇതുപോലെ ഹൂതികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഖത്തർ എന്നാ കേട്ടത്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്നും. ശ്രീ ജോസഫ്, ഖത്തറിനെ പോലെ ഒരു രാജ്യം, അമേരിക്കയുമായി വലിയ സൗഹൃദമുള്ള ഒരു രാജ്യം, ആ രാജ്യത്ത് ഇന്നലെ ഇസ്രായേലുകാർ ബോംബിടുന്നു. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞേനെ എന്നാണ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എനിക്ക് തോന്നുന്നു ഇതൊരു കോംപ്ലക്സ് സിറ്റുവേഷൻ ആണ്. അതായത് ഈ ട്രംപ് ഒരു മുഴുവട്ടൻ, നെതന്യാഹു അയാൾ ഈ പ്രധാനമന്ത്രി സ്ഥാനം പോയി കഴിഞ്ഞാൽ മിക്കവാറും ഉടനെ തന്നെ അയാൾ ജയിലിൽ പോയിട്ട് വരും. അയാളുടെ ധാരാളം അഴിമതി കേസുകളുണ്ട്. അപ്പം അയാൾ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രധാനമന്ത്രി സ്ഥാനത്ത് പിടിച്ചു നിന്നുകൊണ്ട് ഈ കാണിക്കുന്ന തോന്നിവാസങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഈ നമ്മളോട് സംസാരിച്ച ഡേവിഡ് വളരെ വികാരാധീനൊക്കെ പറയുന്നത് കേട്ട് നമുക്ക് മറ്റൊരു രാജ്യത്ത് പോയിട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ. പാകിസ്ഥാൻകാർ പറഞ്ഞില്ലേ ഞാൻ ന്യൂക്ലിയർ ബോംബിടും ഇന്ത്യയിലേക്ക്. അങ്ങനെ ഓരോ തോന്നിവാസം കാണിക്കാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ലോകം അവസാനിക്കുമല്ലോ ലോകത്തിന്. അപ്പം വിവരമുള്ള ഭരണാധികാരികളല്ല ഇവർ രണ്ടുപേരും. ട്രംപ് ആയാലും ശരി, ഈ നെതന്യാഹു ആണെങ്കിലും ശരി. പിന്നെ ഈ ഖത്തറിന്റെ കാര്യത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ശരിയാണ്. ഖത്തർ ഈ ഭീകരവാദികളെ സഹായിക്കുന്ന ഒരു സമീപനമുള്ളൊരു സ്റ്റേറ്റ് ആണ്. എനിക്ക് സംശയമുണ്ട് ആ കാര്യത്തില് സഹായിക്കുന്നില്ലേ എന്നുള്ളത്. ഇനി അവസാനത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഹമാസിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ അവര് 700 പേരെ പിടിച്ചുകൊണ്ട് പോയതിന്റെ ഫലമായിട്ട് എത്രയാണ് 55,000 ആൾക്കാരെയാണ് ഇസ്രായേൽ കൊന്നത്. ഇസ്രായേൽ കൊന്നതിന് ഞാൻ ന്യായീകരിക്കുന്ന ആളല്ല, അതിന്റെ എൻഡ് റിസൾട്ടാ പറയുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ പാലസ്തീനിയൻകാർ മരിക്കുന്ന ഈ ഹമാസ് ഒരു പ്രശ്നമല്ല. അവര് ലോകം ഒരുപാട് ഫണ്ടിങ് അവിടെ വരുന്നുണ്ട്. ആ ഫണ്ട് കൊണ്ട് സുഖിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഈ ഹമാസ്. അവര് ഖത്തറിലായാലും അവർ നേതാക്കന്മാര് സേഫർ അവിടെ താമസിക്കുന്നു. ഈ ബോംബിടുന്നത് മുഴുവൻ മരിക്കുന്നത് മുഴുവൻ പാവപ്പെട്ട പലസ്തീനിയൻസ് ആണ്. ആ കുഞ്ഞുങ്ങളുടെ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള ആ കരച്ചിലൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് കഴിഞ്ഞ ദിവസം എന്റെ ഫോട്ടോ ഒന്നും എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റിയില്ല. കുട്ടികളുടെ ഈ പാത്രവും പിടിച്ചുകൊണ്ട് തള്ളുന്നതോട് നിൽക്കുന്ന അത്രത്തോളം ഭീകരമാണ്. ശ്രീ ജോസഫ്, ആ നാട്ടിലെ ഗസയിലെ കൊച്ചു കുഞ്ഞുങ്ങളടക്കം അത്രമേൽ ഭീകരാവസ്ഥയിലാണ്. പട്ടിണി കൊണ്ട് മരുന്നില്ല, വസ്ത്രങ്ങളില്ല, ഭക്ഷണമില്ല. അവർക്ക് നേരെ ഏത് നിമിഷവും വന്നു വീഴാവുന്ന, തീമഴ പോലെ വന്നു വീഴാവുന്ന ബോംബുകൾ. അതിൻ്റെ നടുവിൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പിടഞ്ഞ് മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത്രത്തോളം ഭീകരാവസ്ഥയിൽ തന്നെയാണ് ആ നാട്ടിലെ ജനങ്ങളൊക്കെ ജീവിക്കുന്നത്. ഇതിനൊക്കെ സഹായിക്കുന്ന ഇസ്രായേലിനെ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. എന്തായാലും ശ്രീ മുഹമ്മദ് അലിയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ മുഹമ്മദ് അലി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഖത്തർ അമേരിക്കയുടെ വലിയ സൗഹൃദ രാജ്യമൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഖത്തറിന് തന്നെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ അമേരിക്ക പറയുന്നത് ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല എന്നാണ്. ഷറിദേ, അമേരിക്ക ആയാലും ഗൾഫ് രാഷ്ട്രങ്ങൾ, ഇപ്പൊ നമുക്കറിയാവുന്ന സൗദി അറേബ്യ, ഖത്തർ, ബഹ്റിൻ, എല്ലാ രാജ്യങ്ങളിലും അമേരിക്കക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ട്, സാമ്പത്തിക താല്പര്യമുണ്ട്. അതിൽ നിന്നാണ് അവർ നയമുണ്ടാക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പശ്ചിമേഷ്യയിൽ നമ്മൾ പണ്ടും പറയാറുണ്ട്, ഇപ്പോഴും പറയാണ്, പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഗുണ്ടയാണ് ഇസ്രയേൽ. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അതിന്റെ അകത്ത് ഇതിപ്പോ തുടങ്ങിയതല്ലല്ലോ. പലസ്തീൻ ജനത സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അവരെ സ്വന്തം സ്ഥലത്ത് നിന്ന് അടിച്ചോടിക്കുന്ന ആ സ്ഥലത്തേക്ക് അവരുടെ സ്വന്തം നാടിന് വേണ്ടി അവർ പണമൊരുക്കും. യഥാർത്ഥത്തിൽ അത് സ്വാതന്ത്ര്യ സമരമാണ്. പക്ഷെ ഹമാസിനെ പോലെയുള്ള ആളുകളെ അത് കുറച്ച് അതിന്റെ ദിശ മാറ്റിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ ദിശ മാറ്റിയതിൽ വലിയൊരു പങ്ക് ഹമാസിനുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു ജനതയ്ക്ക് സ്വന്തം സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന്റെ വേല നമുക്കറിയാലോ സർ, നമ്മളത് അനുഭവിച്ച ആൾക്കാരല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അകത്ത് നിൽക്കുന്ന ആളുകളെ കൂടെ നിർത്തേണ്ട ബാധ്യത ലോകത്തുള്ള എല്ലാവർക്കും ഉണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ നടന്നത് ശരിക്കും കാടുത്തമായ വേറൊരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇന്നലെ ഖത്തറിന്റെ മേലെ ഇത് ഇസ്രയേൽ നടത്തിയത്. അതിനെ അമേരിക്ക അറിയില്ല എന്ന് ഒരിക്കലും വിശ്വസിക്കണ്ട. വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ ശ്രീ ശ്രീകുമാറാണ് വർക്കലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ശ്രീകുമാർ, താങ്കൾക്ക് എന്താണ് ഈ ട്രംപിന്റെ അവകാശവാദത്തെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നാണോ അത്? സാർ, ഞാൻ ഇപ്പം
ട്രംപിന്റെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനില്ല. ഞാൻ 32 വർഷം ഞാൻ സൗദി അറേബ്യയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. 32 വർഷം. ഇപ്പൊ എനിക്ക് 68 വയസ്സായി. ഞാൻ ഇപ്പൊ എന്റെ നാട്ടില് ഇതായിട്ട് നിൽക്കുന്നത്. എനിക്ക് എല്ലാം നമ്മൾ ഇവിടുത്തെ ചാനലുകളെല്ലാം പറയുമല്ലോ, നമ്മള് എല്ലാവരും നമ്മൾ സഹോദരങ്ങളാണ്. അവിടെ ഈ 32 വർഷം അവിടുത്തെ ജീവിതത്തിലെ എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന നമ്മുടെ സഹോദരൻ നമുക്ക് കണ്ട് പരിചയമുള്ള അവിടെ വരുമ്പോഴത്തേക്ക് ഇത് എന്റെ രാജ്യം. പിന്നെ കുമാർ അവൻ ഹിന്ദു, നമ്മളൊന്ന് നിന്ന് മൂത്രമൊഴിച്ചു പോയാലേ നമ്മളിപ്പോ ക്ലോസൊക്കെ നമ്മളിവിടെ അങ്ങനെയാണല്ലോ, ഒന്ന് മൂത്രമൊഴിച്ച് ഇനി അത് പാടില്ലാത്ത ഇവിടെ അത് നടക്കൂല, ഇരുന്ന് മൂത്രമൊഴിക്കുക. നമ്മൾ എപ്പോഴും കണ്ടും കേട്ടും വളരെ ഓരോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, എന്റെ അനുഭവം 32 വർഷം ജീവിച്ചതാണ്. എന്നിട്ടും എന്റെ അറബി എന്ന് പറഞ്ഞാൽ എന്നെ ജീവനാണ്. ഞാൻ ഹിന്ദു ആണെങ്കിലുണ്ടല്ലോ അയാൾക്ക് എന്നെ ജീവനാണ്. കാരണം സത്യസന്ധമായിട്ട് അയാളുടെ കട നടത്തി കൊടുത്ത് ഒരു പൈസ പോലും ഒരു കണക്കും തെറ്റി ഞാൻ ലീവിന് വരുമ്പോഴത്തേക്ക് അപ്പൊ എന്റെ അടുത്ത് പറയും, കുമാർ ചെയ്യേണ്ടത് നിനക്ക് വിശ്വാസമുള്ള നിനക്ക് പറ്റിയ ഒരാളിനെ കടയിലാക്കി തരണം, എനിക്ക് മുസ്ലിം അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തോളും. ഇപ്പൊ നടന്നില്ല. ഇപ്പൊ ഈ ഇസ്രായേലിന്റെയും ഇതിന്റെ ഖത്തറിന്റെ കാര്യമൊക്കെ വരുന്നു. ഞാൻ പറയുന്നതിൽ വേറെ തെറ്റിദ്ധാരണ വേണ്ട. ചിലപ്പം അവർക്ക് തോന്നുന്നു ഹമാസിന്റെ കുറെ നേതാക്കൾ അവിടെ ഉണ്ടാവും, അവർ ലക്ഷ്യമാക്കി അവർ ചെയ്തു എന്ന് പറയും. അത് തെറ്റാണ്. അതിൽ ചിലപ്പം സാധാരണപ്പെട്ട ആൾക്കാർക്കാരും ഈ മരണം സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇസ്രായേൽ നടക്കുന്നത് ഇവര് തിരിച്ചു ചെയ്യുന്നതിൽ അപ്പൊ ഈ ശ്രീകുമാരെ, അതെ, ഖത്തറിനോട് മധ്യസ്ഥ ശ്രമം നടത്തണം എന്ന് പറഞ്ഞത് അമേരിക്കയാണ്. ഖത്തറിന് ഹമാസിന്റെ നേതൃത്വവുമായും അമേരിക്കയുമായും ഇസ്രായേലുമായിട്ടും എല്ലാം ഒരേപോലെ ബന്ധമുള്ള ഒരു രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്ത് ഉള്ളവർക്ക് മാത്രമല്ലേ ഒരു മധ്യസ്ഥ ശ്രമം നടത്താൻ കഴിയൂ. അങ്ങനെയുള്ള രാജ്യത്ത് മധ്യസ്ഥ ശ്രമം നടക്കുമ്പോൾ അവിടെ കൊണ്ടുപോയി ബോംബിട്ടിട്ട് ഞങ്ങൾ ഹമാസ് നേതാക്കളെയാണ് ആക്രമിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ അത് എന്ത് ലോകമര്യാദയാണ്, എന്ത് നീതിയാണ്? അത് തെമ്മാടികളുടെ നീതിയല്ലേ? അത് ഒരു ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു നയതന്ത്ര ബന്ധമുള്ള രാജ്യത്തിന്റെ നീതി അങ്ങനെയാണോ? മറ്റൊരു രാജ്യത്തിന്റെ പോയി ആ രാജ്യത്തിൽ അവിടെ ആക്രമകാരികൾ വന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി ബോംബിട്ടു എന്ന് പറയുന്നത് അത് ഇപ്പൊ ട്രംപ് പറഞ്ഞ തെറ്റാണ്. ഞങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണ്. കാരണം അവിടെ ബോംബിട്ടതിന് ശേഷമാണ് ഇതൊക്കെ നടന്നത്. ഞാൻ ന്യൂസിൽ ഇപ്പൊ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. നേരം വെളുപ്പം തെറ്റാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിലും നമ്മൾ കുറെ ഉണ്ട്. നമ്മുടെ കേരളത്തിലെ കുറെ ചാനലുകളുണ്ട് കേട്ടോ. അത് താങ്കളെ അത് ഞാൻ ഒന്നും പറയുന്നില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഹിന്ദുവിനെ ഒരു ക്രിസ്ത്യനിക്കുന്ന ആർക്കും ഒരു വേദനയില്ല. ഒരു മുസൽമാന്റെ ഇപ്പൊ ഈ പാലസ്തീനോ അല്ലെങ്കിൽ നമ്മളെ കസലൊക്കെ ശ്രീ സന്തോഷാണ് എറണാകുളത്തുനിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അമേരിക്കയും ട്രംപും ഒന്നും അറിയാതെ ആയിരിക്കുമോ ഈ ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം അമേരിക്കയുടെ ഏറ്റവും വലിയ ഉറ്റ സുഹൃത്തു കൂടിയായ ഖത്തറിന് മേൽ നടത്തിയത്? അതെന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ ഈ പലസ്തീനിൽ ഉള്ള ആളുകള് ഖത്തറിലും സൗദി അറേബ്യയിലൊക്കെ കണ്ടമാനമുണ്ട്. ആൾക്കാർ ബിസിനസ് ചെയ്യുന്നതും മറ്റുള്ള കാര്യമാണ്. അപ്പൊ അവരുടേതായ ബന്ധുക്കളും അതിനകത്തുണ്ട്. അതിപ്പോ ഹമാസാണോ എന്താണെന്നുള്ളത് ഇപ്പൊ നമുക്കൊന്നും തിരിച്ചറിയാൻ പറ്റൂലില്ല. പിന്നൊരു കാര്യമുണ്ട്, ഇപ്പൊ ഈ ഇസ്രയേലിനെ ഒന്ന് തോണ്ടിക്കഴിഞ്ഞാണെങ്കിൽ അവർ ആ സ്ഥലം പുകച്ചു കളഞ്ഞിട്ടേ പോവുള്ളൂ. വെറും 1-2 പേരെ എന്തെങ്കിലും ശ്രീ സന്തോഷ്, ഇസ്രായേലുകാർ എത്രയോ കാലമായി പലസ്തീൻ ജനതയെ തോണ്ടുക എന്നുള്ളല്ല, അവരെ കുത്തി നശിപ്പിച്ച് അവരുടെ സ്വന്തം ഭൂമി പോലും ഇല്ലാതെയാക്കിയ ഒരു രാജ്യമാണ്. എന്നിട്ട് ഞങ്ങളെ തോണ്ടിയാൽ അതിലെ പ്രാദേശിക ഗുണ്ടകളൊക്കെ പറയുന്ന പോലെ ആ ഗുണ്ടയുടെ അടുത്ത് നിങ്ങൾ ചെന്ന് ചൊറിയരുത്, ചൊറിഞ്ഞാൽ അയാൾ ഇടിച്ച് റൊട്ടിയാക്കും എന്ന് പറയുന്ന പോലെ ഒരു ഗുണ്ടയുടെ ശൈലിയല്ലേ അത്? അത് ഒരു ആധുനിക ലോകത്തിന് ചേരുന്ന ശൈലിയാണോ? അല്ല, ഇസ്രായേലിനെ തോണ്ടി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ തോണ്ടി തന്നെയാണ് ഇപ്പൊ ഈ 2000. അല്ല, ഞാനതാ ചോദിച്ചത്. അത് ഗുണ്ടകളും നാട്ടിലെ ഗുണ്ടകളും ഒക്കെ അങ്ങനെയാണ്. നാട്ടിൽ മാഫിയ തലവന്മാരുണ്ടെങ്കിൽ മാഫിയ തലവൻ പോയ വഴിയിൽ ഞാൻ അതിന്റെ നടുക്ക് കയറി നിന്നു, അതുകൊണ്ട് അയാൾ അടിച്ചു എന്നൊക്കെ പറയും. അയാൾ വരുമ്പോൾ നിങ്ങൾ വഴിമാറി കൊടുക്കണം എന്നൊക്കെ പറയുന്നത് പോലെ ഇസ്രായേൽ ഈ ലോകത്തോട് മറ്റു രാജ്യങ്ങളോട് അല്ലെങ്കിൽ ഈ പലസ്തീനിലെ ജനതയോട് കാണിച്ച ക്രൂരതയുടെ അളവ് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ അതിനെ തന്നെ താരതമ്യപ്പെടുത്താൻ കഴിയുമോ? അല്ല, അങ്ങനെയല്ലേ ഇപ്പൊ ഹമാസിന്റെ ആൾക്കാർ ഇവിടെ ഖത്തറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഖത്തറിന്റെ അറിവോടുകൂടി ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ. അങ്ങനെ ഖത്തറിന്റെ അറിവോടുകൂടി അല്ലാതെ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമല്ലേ മധ്യസ്ഥ ചർച്ച നടത്തിയത്? മധ്യസ്ഥ ചർച്ച നടത്താൻ അവരെ വിളിക്കാതെ ഒരു കൂട്ടരെ മാത്രം വിളിച്ച് മധ്യസ്ഥ ചർച്ച നടത്താൻ കഴിയുമോ? അതിനിടയിൽ ഇപ്പൊ ഇവിടെ ഇങ്ങനൊരു വിഷയം ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായില്ല ഹമാസിന്. പിന്നെ ഹമാസ് അല്ലേ വിഷയം ഉണ്ടാക്കിയത്? അല്ല, ആദ്യം അവരാണല്ലോ അടിച്ചത്. അവരെവിടെ അടിച്ചു?
അവരിപ്പോ ഇസ്രായേലിനായിട്ട് അത് വേറെ. അവിടെ ഇസ്രായേലിൽ അവിടെ ആ അടി ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത് മധ്യസ്ഥ ചർച്ച നടന്നത് ഖത്തറിലല്ലേ? ഖത്തറിൽ എന്തിനാണ് ഇസ്രായേൽ അടിക്കുന്നത്? അതിന്റെ ആൾക്കാർ ഇപ്പൊ അവിടെ വന്നിരുന്നതിന്റെ പേരിലാണല്ലോ ഇപ്പൊ അവര് ശ്രീ സന്തോഷം, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇതേ ഹമാസുകാർ ചൈനയിലോ ഇന്ത്യയിലോ വന്ന് ചർച്ചയ്ക്ക് വന്നു, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ത്യയിലോ ചൈനയിലോ കയറി അടിക്കാൻ ഈ ഇസ്രായേൽ ധൈര്യം കാണിക്കുമോ? ഒരുപക്ഷെ ചിലപ്പോ അല്ല, ധൈര്യം കാണിക്കില്ല. പാവപ്പെട്ടവന്റെ തലയിലാണെങ്കിൽ കയറും എന്നൊക്കെ പറയുന്ന നാട്ടിലെ സാധാ ഊച്ചാളി ഗുണ്ടകളുടെ അതേ ശൈലി മാത്രമേ ഉള്ളൂ ഇസ്രായേലിനും. നമ്മള് കുറെ കാലം സൗദി അറേബ്യയിൽ ജീവിച്ചതാണ്. അല്ല, എവിടെ ജീവിച്ചാലും സ്വഭാവത്തിന്റെ കാര്യത്തിൽ ഇസ്രായേലിനെ എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക? ന്യായീകരിച്ചല്ലേ ഞാൻ പറഞ്ഞു. ശരി, ഓക്കെ. എന്തായാലും ശ്രീ സന്തോഷാണ് എറണാകുളത്ത് നിന്ന് പ്രതികരിച്ചത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ഇടവേളയിലേക്ക്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, അമേരിക്കയുടെ വലിയ ഉറ്റ സുഹൃത്താണ് ഖത്തർ. അതേ ഖത്തറിൽ തന്നെയാണ് ഇന്നലെ ആക്രമണം നടന്നത്. ഇപ്പോൾ ട്രംപ് പറയുന്നത് താൻ അറിഞ്ഞില്ല, വിറ്റ്കോഫിനോട് പറഞ്ഞിരുന്നു അറിയിക്കണം എന്നൊക്കെ, പക്ഷെ അന്നേരത്തേക്കും വൈകിപ്പോയിരുന്നു എന്നൊക്കെയാണ്. വിശ്വസിക്കാൻ കഴിയുമോ എന്നൊക്കെ? നമ്മുടെ സഹോദരങ്ങൾ ഉപജീവനം തേടി ഗൾഫ് നാടുകളിൽ എല്ലാ ഇടങ്ങളിലും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ വല്ല സംഘർഷവും വരുമ്പോൾ ഇവിടെയുള്ള കുടുംബാംഗങ്ങളും അവരുടെ ഹൃദയവും ഒക്കെ തന്നെ സംഘർഷഭരിതമാണ്. ഇതെന്തൊരു തോന്നിവാസമാണ്. ഒരു പരമാധികാരമുള്ള ഒരു രാജ്യത്തെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കടന്നാക്രമിക്കുക. അവിടെ നേരത്തെ തന്നെ ഗൾഫ് മേഖലകളിലൊക്കെ തന്നെ അമേരിക്കൻ പടയുണ്ട്, അമേരിക്കൻ താവളങ്ങളുണ്ട്. എന്തിനാണ് ആ താവളം വെച്ചിരിക്കുന്നത്? ഒന്ന്, അവിടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി. രണ്ട്, അമേരിക്കയെ സഖ്യ രാജ്യങ്ങളുമൊക്കെ ഏതെങ്കിലും തരത്തിൽ അക്രമത്തിന് വിധേയമാകുമ്പോൾ അവരെ സംരക്ഷിച്ചു നിർത്താൻ കൂടിക്കൊണ്ടാണ് എന്നാണ് വെപ്പ്. പക്ഷേ ഇത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നു ഞാൻ അറിഞ്ഞില്ല. അദ്ദേഹത്തിന് ആ ട്രംപിന്റെ പട്ടാളം അവിടെ നിലനിൽക്കുന്നുമുണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കാനും ഈ പറഞ്ഞതുപോലെ അവരുടെ സഖ്യ രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ആ ഒരു നിലയിൽ ഈ ട്രംപ് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരാണ് കുറ്റവാളി എന്ന് എല്ലാവർക്കും അറിയാം ആരാണ് കുറ്റവാളി എന്ന്. ഇതിനെന്താണ് ഒരു മാർഗം? സഖ്യസേന ആക്രമണങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് അമേരിക്കയുടെ നിലപാട് എന്നും മനസ്സിലാക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവർ ഒന്നിച്ചിരുന്ന് ചിന്തിക്കേണ്ട സമയം. കോടിക്കണക്കിന് ഡോളറുകളാണ് അമേരിക്കക്ക് ഇവരെ താവളം അവരവിടെ നിൽക്കുന്നതിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരെ സംരക്ഷിക്കുന്നതും ഗൾഫ് രാജ്യങ്ങളാണ്. പക്ഷെ അവരെ ആക്രമിക്കുമ്പോൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് അവസ്ഥ? ഇതിന് രക്ഷാസമിതിയൊക്കെ ആലോചിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ട എല്ലാ ലോകരാജ്യങ്ങൾ മുഴുവനും ഈ ഒരു പ്രശ്നത്തിൽ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ റഷീദ്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, അമേരിക്കയുടെ ഉറ്റ സുഹൃത്തായ ഖത്തറിന് മേൽ ആക്രമണം നടത്തുമ്പോൾ അമേരിക്ക പറയുന്നത് ഞങ്ങളുടെ മറ്റൊരു ഉറ്റ സുഹൃത്തായ ഇസ്രായേൽ ആക്രമിച്ചത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. ഈ പാലസ്തീൻ ഇസ്രായേൽ വിഷയം എന്ന് പറയുന്നത് അതിന്റെ ഒരു വാലറ്റം മാത്രമാണ് നമ്മളിപ്പോ ഈ പറയുന്ന ഖത്തറിലെ ആ സംഭവം. പക്ഷെ ഇത് ടോട്ടലായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാല് പാലസ്തീനിൽ നടക്കുന്നത് ഒരു സ്വാതന്ത്ര്യ സമരമല്ലേ? ആണോ അല്ലയോ? താങ്കൾ പറഞ്ഞോളൂ. ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് നടക്കുന്നത്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോ എത്ര ഇന്ത്യക്കാർക്ക് പാലസ്തീനിനോട് ഒരു ആഭിമുഖ്യമുണ്ട്, ഒരു സഹതാപമുണ്ട്? ഇവിടെ സംസാരിച്ചവരെല്ലാം നമ്മുടെ ആൾക്കാർ ഖത്തറിലുണ്ട്, ആ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇതല്ലല്ലോ കാണേണ്ടത്. ഇത് കാണേണ്ടത് നമ്മളിതിനെ ടോട്ടലായിട്ട് ആകെ മൊത്തത്തിൽ കാണണം. പാലസ്തീനിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമരവും പാലസ്തീന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കേണ്ടതും ഈ ലോകത്തിന്റെ മൊത്തം ആവശ്യമാണ്. പക്ഷെ അതിനെ എതിർക്കുന്നത് ആരാണ്? അതിനെ എതിർക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് എതിർക്കാൻ അവരുടെ കാര്യങ്ങളുണ്ട്. അവരോളം സ്വാർത്ഥ താല്പര്യമുള്ള ഒരു രാജ്യം ഈ ലോകത്തിൽ ഒരിടത്തും ഇല്ല. ഇത്രയും ക്രൂരതകൾ ലോകത്തിനോട് കാണിച്ചിട്ടുള്ള ഒരു രാജ്യം ലോകത്തിൽ ഒരിടത്തും ഇല്ല. അത്രയ്ക്ക് മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ചെന്നായിക്കൂട്ടം പോലുള്ള ഒരു രാജ്യത്തിനോട് നമ്മുടെ ഇന്ത്യയുടെ സമീപനം എങ്ങനെയാ?
നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സമീപനം എങ്ങനെയാ? നമ്മളതിന് കൂട്ടുനിൽക്കുകയല്ലേ ചെയ്യുന്നേ? നമ്മൾ മനുഷ്യരാണോ ഇല്ലയോ? ഇന്ത്യക്കാർക്ക് പാലസ്തീനോട് പണ്ടേ ആഭിമുഖ്യം ഉണ്ടായിരുന്നല്ലോ. അവിടുത്തെ യാസർ അറാഫത്തൊക്കെ നമ്മുടെ ഡൽഹിയിലൊക്കെ വരികയും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയെ കണ്ടു, ശ്രീ വാജ്പേയിയെ കണ്ടു. അതിന്റെയൊക്കെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉണ്ടല്ലോ. അതിൽ നിന്ന് നമ്മളിപ്പോ എങ്ങനെയാ മാറിപ്പോയത്? നമ്മളിപ്പോ അമേരിക്കയുടെ ആശ്രിത രാജ്യമായി ഇന്ത്യ. അതാണ് ഞാൻ കാണുന്ന വിഷയം. അമേരിക്കയുടെ സാമന്ത രാജ്യം പോലെ ഇന്ത്യ പെരുമാറുകയും അവർ കാണിക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കേണ്ടിയും വരുന്ന ഒരു ചെറുത്താൻ രാജ്യമായിട്ട് നമ്മൾ മാറാൻ പാടില്ല ഇന്ത്യ. ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടല്ലോ, ശക്തനാണെന്ന് പറയുന്നു, നമ്മൾ വലിയ മൂന്നാം ശക്തിയാവെന്ന് പറയുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ഇന്ത്യ ഈ കാര്യത്തിൽ ശക്തമായൊരു നിലപാടെടുത്ത് ഇതിനെല്ലാം അപലപിച്ച് പാലസ്തീന് സ്വാതന്ത്ര്യം കിട്ടുന്ന രീതിയിലുള്ള സമീപനം എടുക്കേണ്ട ഇന്ത്യയും മിണ്ടാതിരിക്കുക. അപ്പൊ നമ്മൾ ഈ ഖത്തറിൽ നടന്ന ഒരു ബോംബിനെ മാത്രമല്ല കാണേണ്ടത്. ഇതൊരു ആഗോള പ്രശ്നമാണ്. വ്യക്തമാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, നമുക്ക് ശ്രീ മാത്യു ആണ് ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മാത്യു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നാണോ? തീർച്ചയായിട്ടും. ആക്ച്വലി ഒരു അമേരിക്ക എന്ന് പറയുന്നത് ഒരു വലിയ ശക്തി തന്നെയാണ്. അവർ ഈ പലസ്തീനിയൻ ഇസ്രായേലിന്റെയും കാര്യത്തില് ഒരു നല്ലൊരു നിലപാട് തന്നെ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇസ്രായേല് പോയി ഖത്തറിൽ അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞാല് മോശമാണ്. പക്ഷേ ഖത്തറിൽ ഏറ്റവും കൂടുതൽ അവര് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാമല്ലോ. അവര് ഇവിടെ പലസ്തീന് ഹമാസിന്റെ ആൾക്കാരെ സംരക്ഷിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടില്ലെന്ന് വെക്കാനും പറ്റത്തില്ല. ശ്രീ മാത്യു, അങ്ങനെയാണെങ്കിൽ സംശയം, അമേരിക്കയുടെ സൈനിക താവളത്തിന് ഇടം നൽകിയ രാജ്യവും ഇതിന്റെ പേരും ഖത്തർ എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മറിച്ചും പറഞ്ഞുകൂടെ? തീർച്ചയായിട്ടും നിന്നത് അവര് ദുബായിയോ അല്ലെങ്കിൽ ഒമാനോ മസ്കറ്റോ അങ്ങനെ പോയി അറ്റാക്ക് ചെയ്യുന്നില്ല അവര്. എന്റെ ചോദ്യം അതല്ല. താങ്കൾ പറയുന്നത് ഹമാസിന് ഇടം കൊടുക്കുന്ന രാജ്യമാണ് ഖത്തർ എന്ന് പറയുമ്പോൾ മറുവഴിക്ക് അമേരിക്കൻ സൈന്യത്തിന് ഇടം കൊടുത്ത രാജ്യത്തിന്റെ പേരും ഖത്തർ എന്ന് തന്നെയാണ്. അതെ. അപ്പോൾ ആ ഖത്തർ എല്ലാവരെയും അങ്ങനെ ഇവരുമായും ബന്ധമുണ്ട്, അമേരിക്കയുമായും ബന്ധമുണ്ട്, ഹമാസുമായും ബന്ധമുണ്ട്. അതുകൊണ്ടാണല്ലോ അവരെ മധ്യസ്ഥ ശ്രമത്തിന് വേണ്ടി നിർത്തിയത്. ആ അമേരിക്കയുടെ സൈനിക താവളത്തിന് ഇടം കൊടുത്തിട്ടും ആ രാജ്യത്തിന്റെ സുരക്ഷ പോലും ഒഴിവാക്കാൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്തിനാണ് മറ്റ് സൗഹൃദ രാജ്യങ്ങളെല്ലാം വെറുപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാം അനിഷ്ടം പിടിച്ചു വാങ്ങിക്കൊണ്ട് ഖത്തർ അമേരിക്കയ്ക്ക് വേണ്ടി സൈനിക താവളത്തിന് ഇടം നൽകി, എന്നിട്ടും ഖത്തറിൽ ആക്രമണം ഉണ്ടാവുന്നു? പിന്നെ എന്ത് സുരക്ഷയാണ് അമേരിക്ക കൊടുക്കുന്നത്? സൗഹൃദ രാജ്യം എന്ന് പറയുമ്പോൾ പിന്നെ അതെന്ത് അമേരിക്കയുടെ നിലപാട് നല്ലതാന്ന് പറയുന്നതിനകത്ത് എന്ത് അർത്ഥമാണുള്ളത്? ഒരിക്കലുമല്ല. ഞാൻ പറയുന്നത് ഇവര് ഹമാസിനെ അവിടെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവിടെ സംരക്ഷിക്കുകയാണെങ്കിൽ ഇസ്രായേലിൽ പോയി അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക്. ആക്ച്വലി ചെയ്യേണ്ടത് ഒറ്റ കാര്യം, ഹമാസിനെ കയറ്റാതിരിക്കുക. അത് അവരുടെ ഇഷ്ടമല്ലേ ഹമാസിനെ കയറ്റണോ വേണ്ട എന്നുള്ളത്? അത് സത്യമാണ്. അപ്പൊ അമേരിക്കൻ സൈന്യത്തെ അവിടെ കയറ്റിയതിനോട് ഗൾഫിലെ മറ്റു പല രാജ്യങ്ങൾക്കും കടുത്ത വിയോജിപ്പുണ്ട്. അതുകൊണ്ട് നാളെ അവർ ഖത്തറിന് മേൽ ആക്രമണം നടത്താൻ നിങ്ങൾ അമേരിക്കൻ സൈന്യത്തെ അവിടെ കയറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുമെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? ഇല്ല. ഇത് അതുപോലത്തെ ഒരു ഗുണ്ടായിസമല്ലേ ഇസ്രായേൽ നടത്തിയത്? ആ ഗുണ്ടായിസത്തിന് അമേരിക്ക ഒത്താശ ചെയ്യുകയല്ലേ? അല്ല, ഇന്നലെ നിങ്ങൾ സംരക്ഷണം ചെയ്തോന്ന് അറിയത്തില്ല. ഇന്നലെ ഇസ്രായേലില് ഒരു ബസ്സില് 11 പേരെ 2 പേര് വെടിവെച്ച് കൊന്നു. 11 പേരെ. അത് റിപ്പോർട്ട് ചെയ്തോന്ന് എനിക്ക് അറിയത്തില്ല. അതെ, എനിക്കും അറിയില്ല. ഇന്നലെ 2 പേരെ വെടിവെച്ച് കൊന്നു. എന്തായാലും ഇസ്രായേൽ ദിവസവും ഗസയിൽ മുനമ്പിലുള്ള ആയിരങ്ങളെ വീതം കൊന്നൊടുക്കുന്നുണ്ട്. അത് ചുമ്മാത്. ആയിരക്കണക്കിന് ആൾക്കാരെ അവർക്ക് ഓൾറെഡി നോട്ടീസ് കൊടുത്തിട്ട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞ് ഹമാസിന്റെ അവരുടെ രാജ്യത്ത് നിന്ന് അവരോട് മാറാൻ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ തകർക്കുമെന്നൊക്കെ പറയുന്നത് എന്ത് ന്യായമാണ് ശ്രീ മാത്യു? നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ നാളെ മാറിയില്ലെങ്കിൽ ഞാൻ കയറി നിങ്ങളെ അടിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട് മാറാൻ, അതുകൊണ്ടല്ലേ ഞാൻ അടിച്ചത് എന്ന് പറയുന്നതിനകത്ത് ന്യായമുണ്ടോ? അവരുടെ ടണൽസ് ഒക്കെ കണ്ടതല്ല നിങ്ങള്? അവരെ എവിടെയൊക്കെ ഒളിപ്പിച്ചിരുന്നത്, എങ്ങനെയൊക്കെ രാജ്യങ്ങൾ സ്വാഭാവികമായും ആ രാജ്യത്തിലെ ജനത സ്വന്തം മണ്ണിന് വേണ്ടി പതിറ്റാണ്ടുകളായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പതിറ്റാണ്ടുകളായി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ രാജ്യത്തിന്റെ അതിർത്തി അങ്ങ് ചുരുങ്ങി 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 ഒരറ്റത്ത് എത്താറായി, തീരാറായി. ഒക്ടോബർ 17 ഇതുപോലെ. ശരി മാത്യു, അതിന് മുമ്പിലോട്ടുള്ള കഥകൾ കൂടി ചരിത്രം കൂടി പരിശോധിച്ചാൽ നന്ന്. പക്ഷെ അമേരിക്കയുടെ നിലപാട് താങ്കൾ എങ്ങനെയാണ് ശരിയെന്ന് പറഞ്ഞതിന്റെ ന്യായീകരണം താങ്കൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായില്ല. അത് തീർച്ചയായിട്ടും നോക്കേണ്ടതാണ്. ശരി, ഓക്കെ. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് താൻ അറിയാതെയാണ്, അറിഞ്ഞിരുന്നെങ്കിൽ താൻ അങ്ങ് തടഞ്ഞേനെ, ഇനി ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാമോ?
ഈ കിരൺ ബാബു നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഒന്നല്ല കഥ. ഇപ്പോ നമ്മൾ ഈ പ്രാദേശിക തലം വരെ അന്തർദേശീയ തലം വരെ ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ ഒരു വൈരം നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ ചാനൽ പിടിച്ച ആൾക്കാരെ മുസ്ലിങ്ങളെ ആൾക്കാർ മുഴുവൻ ആളുകൾ ഒരുപാട് പേരുണ്ട്. അല്ലാതെ എല്ലാ മുസ്ലിങ്ങളും ഇവരെ അനുകൂലിക്കും, എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെയൊന്നും അല്ല. ഉറച്ച നിലപാട്, പലസ്തീൻ അനുകൂല നിലപാടുള്ള ഒട്ടേറെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ കേരളത്തിലുണ്ട്. പലസ്തീൻ വിരുദ്ധ നിലപാടുള്ള മുസ്ലിങ്ങളും കേരളത്തിലുണ്ട്. ചാനൽ വിളിച്ച കൂട്ടത്തില് നിങ്ങൾ പറയാം ഏത് ക്രിസ്ത്യാനിയാണ് അമേരിക്ക എതിര് പറഞ്ഞ? താങ്കളെ ഇന്നൊരു കാര്യം ചെയ്യാ ശ്രീദാസൻ, ഇതിനുശേഷം യൂട്യൂബിൽ തുടക്കം മുതൽ വരുന്നുണ്ട് ആ കമന്റുകൾ. ഞാൻ ക്രിസ്ത്യാനിയാന്ന് ഒരാൾ പറഞ്ഞ പേരുകൊണ്ട് ഊഹിച്ചാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉറപ്പിച്ച് പറയാത്തത്. ഒരാൾ ഇപ്പോൾ ദാസൻ എന്ന പേര് കേട്ടാൽ എനിക്ക് നാളെ ഇനി മുസ്ലിമാണ് ഇനി ദാസൻ എന്ന പേര് ഇടരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആരുടെയും മതവും ജാതിയൊന്നും ഞാൻ ചോദിക്കാറില്ല. താങ്കൾ മുസ്ലിങ്ങളെല്ലാം അനുകൂലിക്കും ക്രിസ്ത്യാനികളെല്ലാം എതിർക്കും എന്ന് പറഞ്ഞത് തെറ്റാണെന്നാണ് പറഞ്ഞത്. അല്ല എന്ന് പറയാം, ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് കിരൺ ബാബു. പണ്ടത്തെ പോലല്ല. ഇന്നിപ്പോ യാസർ അറാഫത്തിന്റെ കാലത്തുള്ള പലസ്തീനല്ല ഇന്നത്തെ പലസ്തീന്. ഒരു കാലത്ത് 90 കാലഘട്ടത്തില് പോളണ്ടിലെ ലെസ്റ്റ് പലേസിയും ഈ യാസർ അറാഫത്തെ ലോകം മൊത്തം നിയന്ത്രിച്ച ആൾക്കാരാണ്, മാന്യമായ ആൾക്കാരാണ്. അത് ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് വർഗീയ കലാപം നടക്കുന്നത്. നിങ്ങൾ നോക്കുക, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയുന്ന കഥയൊന്നല്ല. ഇന്നിപ്പോ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മളെ പ്രാദേശികമായി ഞാൻ കാണുന്നതാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനും തമ്മിൽ വൈരമുണ്ട്. പക്ഷെ അതിന് ഉദാഹരണമാണ് ഇവൻ BJP-യോട് ചേരുന്ന ക്രിസ്ത്യാനികൾ. ശത്രുവിന് ശത്രു മിത്രം. ഇത് യാഥാർത്ഥ്യങ്ങളാണ്. നമ്മൾ പറയുന്നത് അംഗീകരിച്ചോ അങ്ങനെ ഇഷ്ടം. ഇത് യാഥാർത്ഥ്യം അങ്ങനെയാണ്. ഈ മുസ്ലിങ്ങള് എതിരായിട്ടാണ് ക്രിസ്ത്യാനി നിൽക്കുന്നത്. നമ്മൾ നാട്ടിൽ കേൾക്കുന്നുണ്ട്. നമ്മള് മുസ്ലിങ്ങൾ പറയുമ്പോൾ ക്രിസ്ത്യാനിയെ പറ്റി പറയുന്ന അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഈ BJP-ആയിട്ട് അടുക്കുന്നതിന്റെ ക്രിസ്ത്യാനിന്റെ ആ ഒരു അഭിപ്രായത്താണ് ശത്രുവിന് ശത്രു മിത്രം. ഇത് വർഗീയ കലാപമായിട്ട് ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധം മറ്റേ യുദ്ധമല്ല ഇനി വരാൻ പോകുന്നത്. ഇനി വർഗീയ കലാപകരൻ ബാബു സമയം കളയുന്നില്ല. താങ്കളുടെ വ്യക്തമാണ് ശ്രീദാസൻ. ശ്രീ സുനിലാണ് കോഴിക്കോട് നിന്നും. ശ്രീ സുനിൽ, താങ്കൾക്ക് പറയാം. നമസ്കാരം സർ. നമസ്കാരം. അമേരിക്ക അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. കാരണം നമ്മുടെ ഇറാനായിട്ടുള്ള ബാറിൽ അവർ ആണവ കേന്ദ്രം ആക്രമിക്കാൻ വേണ്ടിയിട്ട് ബോംബർ ആവശ്യപ്പെട്ടപ്പോൾ ട്രംപ് ഒരു മടിയില്ലാണ്ട് ചെയ്തതാണ്. അത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അമേരിക്ക അറിഞ്ഞില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചു. അതുകൂടാതെ തന്നെ ഒരു പരമാധികാര രാജ്യമായ ഖത്തറിലേക്ക് വന്ന് അറ്റാക്ക് ചെയ്യുന്നതാണ്. അതും വളരെ തെറ്റാണ്. ഒരിക്കലും നമുക്ക് അത് അംഗീകരിക്കാൻ പാടില്ല. അതാണ് താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ സുനിൽ. എന്നാൽ നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇടുക്കിയിൽ നിന്നും ശ്രീ വിശ്വനാണ്. ശ്രീ വിശ്വൻ, ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം അമേരിക്ക അറിഞ്ഞില്ല എന്നും അതിൽ ഇങ്ങനെയൊരു ആക്രമണം നടത്തിയത് തൻ്റേതല്ല, നെതന്യാഹുവിൻ്റെ പദ്ധതിയാണെന്നും അതിൽ താൻ കടുത്ത അസംതൃപ്തിയിലാണ് എന്നൊക്കെയാണ് അമേരിക്കയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അറിഞ്ഞില്ല എന്ന് കൃത്യമായി തന്നെ ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയയായ ട്രൂത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ താങ്കൾക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നായി വിലയിരുത്താനാവുമോ? ഒരിക്കലും നമുക്ക് ട്രംപിന്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റൂല. കാരണം ശുദ്ധ തെമ്മാടിത്തലേ കാണിക്കുന്നത്. കാരണം കോംപ്രമൈസ് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഭീരത്വമാണ് അത്. അതിൽ നേരിട്ട് അടിക്കും പോലെ തന്നെ അടിക്കണം. എന്ത് അക്രമ സാറേ നമ്മൾ കാണുന്ന? ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഭക്ഷണം മേടിക്കാൻ, ഒരു നേരത്തെ ഭക്ഷണം മേടിക്കാൻ നിൽക്കുമ്പോൾ അതിന്റെ കൊണ്ടുപോയി ബോംബിടുക. ദൈവത്തിന്റെ സ്വന്തം രാജ്യാന്നും പറഞ്ഞ് ഇവരെ ഇങ്ങനെയാണോ ഈ പാവങ്ങളോട് കാണിക്കുന്നത്? അപ്പൊ ഇതിന് ഫുൾ സപ്പോർട്ട് ട്രംപാണ്. ഖത്തർ ഇവരുടെ സുഹൃത്താണ്. പക്ഷെ നമുക്കറിയാലോ, ഇന്ത്യ ഇവരുടെ സുഹൃത്താണ്. നരേന്ദ്രമോദി ഏറ്റവും വലിയ സുഹൃത്താണെന്ന് ഇന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? 50% തീരുവ. അപ്പൊ ഈ തലയ്ക്ക് വെളിവില്ലാത്ത ഒരുത്തിനെയാണ് ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ആക്കിയേക്കുന്നത്. അത് അവർക്ക് മാത്രമല്ല, ഈ ലോകത്തിന് തന്നെ പ്രശ്നമാണ്. എന്തെല്ലാം കാര്യമുണ്ടെങ്കിലും അതിന് ഞാനാണ് അതെല്ലാം കോംപ്രമൈസ് ചെയ്യണത്, ഞാനാണ് നിയന്ത്രിക്കുന്നത് എന്നും പറഞ്ഞ ആവശ്യമില്ലാണ്ട് അവകാശവാദവും ഉന്നയിച്ചുകൊണ്ട് നടക്കുവാണ്. അപ്പൊ അമേരിക്ക ഇത് ശക്തമായി കൈകൊണ്ട് ഇവർക്കിത് അറിയുകയും ചെയ്യാം. അപ്പൊ ഈ ഇസ്രായേലിന്റെ ഈ ആക്രമണം നിർത്തിയില്ലെങ്കിൽ ഈ ആ രാജ്യത്തെ തന്നെ ബാക്കിയെല്ലാ ഇതും കൂടി നശിപ്പിച്ചു കളയുമെന്നാണ് പറയുന്നത്. പാലസ്തീൻകാരൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല പോരാടണം. ഇവർക്ക് പണ്ടില്ലായിരുന്നെങ്കിൽ 47 ഇവർക്ക് സ്വാതന്ത്ര്യം ചിന്തിച്ചെതിരെ കിടന്നവരെല്ലാം വന്ന് ഇവർക്ക് ഒരു രാജ്യം കിട്ടിയില്ലേ എന്ന് പറഞ്ഞാൽ പാലസ്തീൻകാർക്കും വേണ്ടി കഷ്ടത്തിന് ഉപയോഗിക്കുന്നവർക്ക് അവരോട് ഇതുപോലെ നീതി കാണിക്കുന്നത്. അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ വിശ്വൻ. ശ്രീ അനീഷാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ അനീഷ്,
താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വിഷയത്തിൽ? ശ്രീ സാൻഡി മാത്യു ആണ് കോതമംഗലത്ത് നിന്നും, ക്ഷമിക്കണം പേര് തെറ്റായി വായിച്ചതിൽ. ശ്രീ ഷാൻഡി മാത്യു, ഈ അമേരിക്കയുടെ ഈ ട്രംപിന്റെ അവകാശവാദം എത്രത്തോളം വിശ്വാസയോഗ്യമാണ്? ഈ ഖത്തർ പോലെയുള്ള ഒരു ഇത്രയും ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ബോംബ് ചെയ്യുന്നു അല്ലെ അപ്രതീക്ഷിതമായി ബോംബ് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ ഒരിക്കലും അതിനൊരു ന്യായീകരണം എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് കൂട്ടി വായിക്കാതിരിക്കാൻ കഴിയില്ല. ഈ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് കടന്നു ചെന്ന് അവരെ നിഷ്ഠൂരമായിട്ട് കൂട്ടക്കുരുതി ചെയ്ത് വാഹനങ്ങളിലൊക്കെ വലിച്ചു കയറ്റിയിട്ട് കൊണ്ടുവന്ന് ഈ പലസ്തീന്റെ മണ്ണിലേക്ക് കൊണ്ടുവന്നപ്പോൾ, ആ ബോർഡർ കടന്നു വന്നപ്പോൾ അവിടെയുള്ള ആളുകള് അതിഭയങ്കരമായിട്ട് ആർത്തുല്ലസിക്കുന്ന ഒരു സംഗതി ഞാൻ കണ്ടു. ഇതിനു മുമ്പ് ഞാൻ സ്ഥിരമായിട്ട് ന്യൂസ് 18 ചാനല് വളരെ സഹൂതം വീക്ഷിക്കുന്ന ഒരാളാണ്. വളരെ നല്ല വാർത്തകളാണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്, വളരെ കൃത്യതയോടുള്ള വാർത്തകളാണ്. ഈ വാർത്തകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ആദ്യമേ ഒരു വലിയ ഹിറ്റ് ഉണ്ടായത് വടി കൊടുത്ത് അടി മേടിച്ചു എന്ന് വേണം പറയാൻ ഈ ഹമാസിന്റെ കാര്യം. ശ്രീ സാൻഡി മാത്യു, നമുക്ക് ആ വിഷയത്തിലേക്കല്ല പോകേണ്ടത്. ആ വിഷയം പരിശോധിച്ചാൽ ഒരുപാട് ചരിത്രത്തിലേക്കൊക്കെ പോകേണ്ടി വരും. അത് ഇന്നും ഇന്നലെയും ഉണ്ടായ ഒന്നല്ല. പെട്ടെന്ന് ഇതുകൊണ്ട് ഈ ഇസ്രയേൽ പലസ്തീൻ തർക്കമൊക്കെ ഈ ഒരു അടി കൊണ്ടുണ്ടായ 1.5 കൊല്ലം മുമ്പ് ഉണ്ടായ ഒന്നല്ല. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടി നടക്കുന്ന ഒരു രാജ്യം, ആ ചർച്ചയ്ക്ക് വേണ്ടി മുൻകൈ എടുക്കാൻ അമേരിക്കൻ നിർദ്ദേശപ്രകാരം ഖത്തർ മുൻകൈ എടുക്കുന്നു, അവർ ചർച്ച നടത്തുന്നു. അങ്ങനെ ഒരു രാജ്യത്ത് പോയി പലസ്തീൻ അമേരിക്ക അറിയാതെ ബോംബിട്ടിട്ട് പോരുമോ? അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ ഈ തീവ്രവാദികൾ എവിടെ ഒളിച്ചിരുന്നാലും അത് ഖത്തറിൽ നിന്നല്ല. തീവ്രവാദികൾ എവിടെ ഒളിച്ചു പറഞ്ഞോളൂ. ഈ തീവ്രവാദികളെ ഖത്തറിൽ നിന്നല്ല, എവിടെ ഒളിച്ചിരുന്നാലും പിടിച്ചുകൊണ്ട് പോകും എന്നുള്ള അവരുടെ ഒരു നിശ്ചയദാർഢ്യത്തെ നമുക്ക് കുറച്ച് കാണാനാവും. അതെങ്ങനെയാണ്? മറ്റവർ തീവ്രവാദികളാണെങ്കിൽ അതേപോലെ തീവ്രവാദവും മറ്റു രാജ്യങ്ങളുടെ മേൽ അധികാരത്തിന് മേൽ കടന്നുകയറ്റം എല്ലാം ചെയ്യുന്ന രാജ്യം തന്നെയല്ലേ ഇസ്രയേലും? അത് ചെയ്യാൻ പാടില്ലതല്ല. പക്ഷെ ഈ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന അവരുടെ പൗരന്മാരെ തിരിച്ചു കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ സത്യത്തിലുള്ളൂ. അത് എന്തുകൊണ്ട് പിടിച്ചുകൊണ്ട് വന്നതും തിരിച്ചു കൊടുത്താൽ തീരുന്ന പ്രശ്നമൊക്കെ ഇപ്പൊ തുടങ്ങിയതല്ലേ? ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്, ഈ രണ്ട് പ്രശ്നത്തിന് ഈ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളതല്ലേ? അതും ഇപ്പോഴത്തെ പ്രശ്നവുമായി കൂട്ടിയോജിപ്പിച്ചാൽ അത് ഏറ്റവും അവസാനം ഉണ്ടായ പ്രശ്നം അത്രയല്ലേ ഉള്ളൂ. ഞാൻ പറയാം, രാജ്യാന്തരങ്ങൾ കടന്നിട്ടുള്ള ഈ പുറകിൽ നടന്നുള്ള ഈ കാച്ചിങ് ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും അത് നിൽക്കും. ഈ തീവ്രവാദികളെ പിടിച്ചുകൊണ്ട് വന്നവരെ തിരിച്ചു വിശ്വസിക്കാൻ കഴിയും? ശ്രീ സാൻഡി മാത്യു, പിടിച്ചുകൊണ്ട് വന്നവരെ തിരിച്ചു കൊടുത്താൽ നാളെ ഇവർ നിർത്തി അവരുടെ രാജ്യം തിരിച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഇവരെ ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്ന രാജ്യമാണോ ഇസ്രയേൽ? ഇസ്രയേലിനെ അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്തായ ഇസ്രയേൽ, അമേരിക്കയുടെ ഈ ഏറ്റവും വലിയ സുഹൃത്തായ ഖത്തർ, സ്വന്തം രാജ്യത്ത് സൈനിക താവളത്തിനടക്കം ഇടം കൊടുത്ത ഖത്തർ, ആ രാജ്യത്ത് തന്നെ അമേരിക്ക അറിയാതെ പോയി ബോംബിട്ടുവെന്ന് അമേരിക്കക്കാർ പറയുന്നു. എന്തായാലും അതത്ര വിശ്വാസയോഗ്യമായ ഒന്നായി സാധാരണ ഒരു ചിന്തിക്കുന്ന ഒരാൾക്ക് തോന്നില്ല. അല്ല, ഒരു കാരണവശാലും ഖത്തർ, അത് പ്രത്യേകിച്ച് ഹ്യൂമൻ ഫ്രണ്ട്ലി രാജ്യമാണ് ഖത്തർ. ഒരുപിടി നല്ല നന്മകളുള്ള രാജ്യമാണ് ഖത്തർ. ആ ഖത്തറിൽ ഇപ്പൊ ബോംബ് ചെയ്തതിനെ കുറിച്ച് ന്യായീകരണം അല്ല പറയുന്നത്. പക്ഷെ ആ രാജ്യത്തെ എങ്ങനെ വിശ്വസിക്കും നമുക്ക്? ഇസ്രായേലിനെ പോലെ രാജ്യത്തെ വിശ്വസിച്ച് അവർ ആ ബന്ദികളെല്ലാം തിരിച്ചു കൊടുത്തു എന്ന് കരുതാ. ഇസ്രായേൽ നാളെ അവൻ നന്നാവും എന്ന് പ്രതീക്ഷിക്കാനാവുമോ? ഒരു മാസം മുമ്പ് ഒരു സീസ് ഫയർ ഉണ്ടായിരുന്നു. ആ സീസ് ഫയറിൽ ഒരു അഗ്രിമെന്റ് വെച്ചു, ഈ ആളുകളെ തിരിച്ചു കൊടുത്താൽ അപ്പൊ ഒട്ടനവധി രാജ്യങ്ങൾ ഇടപെട്ടിട്ടത് അതിന് മധ്യസ്ഥം വഹിച്ചിട്ട് പറഞ്ഞു, ഈ പിടിച്ചുകൊണ്ട് വന്നവരെ കയ്യിൽ വെച്ചിരിക്കുക, തുരങ്കങ്ങൾ ഉണ്ടാക്കി അവരുടെ രാജ്യത്തിന്റെ അടിയിൽ ചെന്നിട്ട് ആ രാജ്യത്തെ പൊട്ടിച്ച് തകർക്കാൻ ശ്രമിക്കുക എന്നൊക്കെ ചിന്തിച്ച തീവ്രവാദികളുടെ പ്രവർത്തനത്തെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അവരെ തിരിച്ചു അതിന്റെ പേരിൽ ആ തീവ്രവാദികളെ അല്ലല്ലോ, അതിന്റെ പേരിൽ അവിടെയുള്ള ഗസയിലുള്ള സാധാരണക്കാരായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കമല്ലേ ഓരോ ദിവസവും ബോംബിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ന്യായീകരിച്ച് പറഞ്ഞതല്ല. പക്ഷെ ആ ഒരു വിഷയം അവസാനിക്കാൻ ഈ പിടിച്ചുകൊണ്ട് വന്നവരെ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് വ്യക്തമാണ്. ശ്രീ സാൻഡി മാത്യു, നമുക്ക് ശ്രീ വിജയനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ വിജയൻ, താങ്കൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരം, പറഞ്ഞോളൂ. ഇത് ട്രംപിന്റെ കള്ളക്കളി തന്നെയാണ്. അതല്ല, ഞാൻ ഈ കുവൈറ്റിൽ ഈ അമേരിക്കയുടെ മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്തൊരു വ്യക്തിയാണ്. എനിക്ക് കൃത്യമായിട്ട് അമേരിക്കയുടെ ഈ തരികിടപ്പണികളും ഇതും എല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ അവരുടെ പട്ടാളക്കാരുമായിട്ടാണ്, ഒരാള് എന്റെ കൂടെ എന്റെ വണ്ടിയിൽ വരുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ക്യാമ്പിനകത്തോട്ട് കയറാനൊക്കത്തുള്ളായിരുന്നു. അവർക്ക് പോലും നല്ല അഭിപ്രായം അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴത്തെ ട്രംപ് അല്ല അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ്
ആ ട്രംപിന് മുമ്പല്ല, ഞാൻ 2002 അവിടെ. പക്ഷെ അന്ന് അവരുടെ പട്ടാളക്കാർ വരെ എന്റെ കൂടെ വണ്ടിക്കകത്ത് ഒരു സെയിൽസ്മാന്റെ കൂടെ കയറി ക്യാമ്പ് മുഴുക്കം ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. സമയം അവസാനിക്കുന്നുണ്ട്. ശ്രീ രതീഷാണ് ചോറ്റാനിക്കരയിൽ നിന്നും. ശ്രീ രതീഷ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ചുരുക്കി പറയണം, സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. ഇത് എന്തായാലും ആണെങ്കിൽ ട്രംപ് അറിയാതെ സംഭവിച്ച കാര്യമല്ല, ട്രംപ് അറിഞ്ഞുകൊണ്ട് തന്നെ സംഭവിച്ച കാര്യമാണിത്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ട്രംപ് അറിഞ്ഞുകൊണ്ട് തന്നെ സംഭവിച്ചതാണ്. ഈ ഹമാസ് തീവ്രവാദികൾ എന്ന് പറയുന്നത് ഇവരെ ഒരിടത്ത് കൊണ്ടുവന്നിട്ട് കൊല്ലുന്നതാണ് നല്ലതെന്നുള്ളത് ട്രംപിനും അറിയാം. അതുകൊണ്ടായിരിക്കുമല്ലോ ഖത്തറി വിളിച്ചുകൊണ്ട് വന്നത്. അതുപോലെ ഈ അൽ ജസീറ ചാനലുകാര് മിഡിൽ ഈസ്റ്റിൽ, ഞാൻ ഈ ഖത്തർ ജോലി ചെയ്ത വ്യക്തിയാണ്. ഈ അൽ ജസീറ എന്ന് പറയുന്ന മാധ്യമ ഒരു ഗ്രൂപ്പ് വേറെ ഒരു മിഡിൽ ഈസ്റ്റ് ആയിട്ടും ഇല്ല. ഇവർക്കാകെ ആണെങ്കിൽ ഇവർക്ക് ഇടം കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന ഖത്തറാണ്. ഖത്തർ മൗന അനുവാദമാണ് എക്കാലത്തും ഈ പറയുന്ന ടെററിസ്റ്റുകളോട് സ്വീകരിച്ചിട്ടുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ രതീഷ്. എന്നാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിൻ്റെ നടപടി അമേരിക്ക അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നും അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞവരും അങ്ങനെയല്ല, ഖത്തർ ഹമാസിന് ഇടം നൽകിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം നേരിടേണ്ടി വന്നു എന്ന് പറയുന്നവരും, ഇതിനൊക്കെ ചരിത്രത്തിലേക്ക് കടന്നുകൊണ്ട് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിലേക്കൊക്കെ കടന്നവരും ഒക്കെ ഉണ്ട്. കാരണം ഈ വിഷയത്തെക്കുറിച്ച് മലയാളികൾക്ക് എത്രയോ കാലമായി ആധികാരികമായി അറിയാവുന്ന വിഷയം കൂടിയാണ്, അതിൽ വ്യത്യസ്ത നിലപാടുകൾ ഉള്ള വിഷയം കൂടിയാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.